സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഷായിച്ചേട്ടനുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് വിദൂര നീതി വാക്യം. സത്യാമ്മ വിളിച്ചിരുന്നു അല്ലേ? ക്ഷമിക്കണോ അമ്മ, എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അമ്മയെ തിരിച്ചു വിളിച്ചോളാം. വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടോളൂ. വിദൂര നീതി വാക്യം, ഇതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. സത്യം ബിന്ദു മാതാജി, ഞാൻ കിടന്ന് ഉറങ്ങി ഇന്നലെ ക്ലാസ്സിൽ. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സത്യം, ഇനി ഉറങ്ങാതിരിക്കണം, എന്റെ തലയിലൂടെ വെള്ളം ഒഴിക്കണം. ഇന്നലെ ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടാണ് ക്ലാസ് എടുത്തത്. പക്ഷെ സുധിപ്രഭുക്ക് അത് കണ്ടുപിടിച്ചു. പലരും കണ്ടുപിടിച്ച് എനിക്കിന്ന് മെസ്സേജ് ഇട്ട്, അയ്യേ അമ്പിളി മാതാജി കിടന്ന് ഉറങ്ങിയെന്നും പറഞ്ഞിട്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ആകെപ്പാടൊരു വിഷമായി ഭഗവാനെ. വിഷമല്ല, ഒരു നാണക്കേട്. ഞാൻ എന്തൊക്കെയാണോ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞത്. ഉറങ്ങിയത് ഇവരൊക്കെ കണ്ടുപിടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് ഇന്ന് ഒന്നും കൂടെ കേട്ടു രാവിലെ. വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഉറങ്ങിയ ഭാഗങ്ങൾ എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുമോ ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന്. എങ്ങനെയൊക്കെയോ എൻ്റെ കിച്ചൂട്ടൻ കാത്തുരക്ഷിച്ചു. ഹരേ കൃഷ്ണ. പിന്നെ ഒരുപാട് പേർക്ക് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. നമ്മുടെ ഗുരുവായൂർ മഞ്ചേരീസിലുള്ള ഒരു മാതാജി പാവം ഒരു വീട്ടുജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പൊ അവരുടെ എന്താ പറയാ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു ഐറ്റം, ഒരു നല്ല കത്തിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് മിസ്സായി. അപ്പൊ ആ മാതാജിക്ക് അത് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു ദൗത്യം ഉണ്ടായിരുന്നു. മാതാജി ലൈവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് മെസ്സേജ് ഇട്ടു, കിച്ചൂട്ടനോട് പ്രാർത്ഥിച്ചു, കാര്യം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപാട് സന്തോഷം. അങ്ങനെ ഒത്തിരി പേർക്ക് കിച്ചൂട്ടൻ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജിയൊക്കെ കണ്ടു എന്നാ പറയണേ. നാരായണ, ഇനി ഞാൻ ഉറങ്ങില്ല. നല്ല ആക്റ്റീവാണ്. ആരെന്ത് പറഞ്ഞാലും ശരി, ഉറങ്ങില്ല. അതല്ല, 2:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മ എന്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 5:10 5:15 ആവും. പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒരു 6:15 6:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. പിന്നെ 7:30 നമ്മുടെ ക്ലാസ്. അങ്ങനെയാണ് റൊട്ടീൻ പോകുന്നത്. പക്ഷെ ആ സമയമൊക്കെ ഉറക്കം അത്രയ്ക്ക് അങ്ങ് ശരിയാവില്ലേ, കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും. എനിവേ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. വിദൂര നീതിവാക്യം, അങ്ങനെ ഒരു പുസ്തകം തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, വിദൂര നീതിവാക്യം എന്ന് പറഞ്ഞുകൊണ്ട്. വിദുരർ ഒരു നല്ല വ്യക്തിത്വമാണ്. ധർമ്മവും എന്താ പറയാ, സത്യം കിച്ചൂട്ടൻ കഥ പറഞ്ഞു കാണും. വിദുരര് നന്നായിട്ട് ധർമ്മം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നമ്മൾ എപ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ആരും തളരരുത്, ആരും ഭയപ്പെടരുത്. കാരണം എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ, മഹാഭാരതം മുൻപിൽ വെച്ചുകൊണ്ട്, കിച്ചൂട്ടനെയും ശ്രീമതി രാധാറാണിയെയും വെച്ചുകൊണ്ട്, നമ്മുടെ സമസ്ത ഗുരുപരമ്പരകളെയും മുൻനിർത്തിക്കൊണ്ട്, ഏറ്റവും നല്ല ഭക്തരായിരിക്കുന്ന ഗുരുവായൂർ മഞ്ചേരീസിൽ ഈ ലൈവിൽ വന്നിരിക്കുന്നവരെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ സത്യം, നീതി, ന്യായം, ധർമ്മം ഇത്രയും കാര്യങ്ങളാണ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജീവിതയാത്രയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പാണ്ഡവർക്കുണ്ടായിരിക്കുന്ന അനുഭവം നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചു അല്ലെ. എന്താണ് പാണ്ഡവർ അനുഭവിച്ചത്? സ്വന്തം ഭാര്യ പോലും വിവസ്ത്രയാക്കേണ്ടി വരുന്ന ഒരവസ്ഥ അറിയാലോ, കണ്ടതല്ലേ. ഏറ്റവും നല്ല ഭരണാധികാരിയായി എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കേണ്ട നമ്മുടെ ധർമ്മപുത്രൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നു. ഭക്ഷണത്തിന് വരേക്കും അവർ ഗതികടേണ്ടി വന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? അതുകൊണ്ട് നിങ്ങൾ ആരും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോണം. കാരണം എന്താണെന്നറിയാവോ? ആരാണോ ധർമ്മം മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുന്നത് അവർക്കേ ഈശ്വരനെ ലഭിക്കത്തുള്ളൂ. സാക്ഷാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആ ഒരു പ്രതീക്ഷ നിങ്ങളിലുണ്ടെങ്കിൽ, ആര് നിങ്ങളുടെ അന്നം മുടക്കിയാലും ശരി, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ശരി, ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈവിടില്ല. അതൊരു മഹാസത്യമാണത്. ആ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഉറച്ചു നിൽക്കണം. ഞാൻ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തെന്നറിയോ? നമ്മുടെ ഗുരുവായൂർ മഞ്ചേരീസ് പോലും ആടി ഒലഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അല്ലെ. എനിക്ക് ഒന്ന് എന്താണ് എന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഒരു പറ്റം ഭക്തര് നമ്മൾ ഒരുമിച്ച് വന്നു. അതിലുപരി 4 പേര് ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് വന്നു. ദീപാ മാതാജി, കവിത മാതാജി, മീനു മാതാജി, വിനീത് പ്രഭു. വേറെയും കുറച്ച് ഭക്തരുണ്ട്. പക്ഷേ മഞ്ചേരീസിന്റെ നട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സന്ധ്യ മാതാജി, അഞ്ജലി മാതാജി, ഗീത മാതാജി, ഞാൻ പറയുന്ന ഓമനക്കുട്ടൻ, ദീപ മാതാജി,
ദിവ്യ മാതാജി, ഇവരെല്ലാം ഇറങ്ങി തിരിച്ചിട്ട് മഞ്ജുരീസ് നമ്മൾ നിലനിർത്തും മാതാജി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും പരസ്പരം കാണുന്നില്ല. ഞാൻ ചെന്നൈയിലും ബാക്കി എല്ലാവരും ഓരോരോ സ്ഥലത്തും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ യാത്ര ചെയ്തതുകൊണ്ടാണ് മഞ്ജുരീസ് എന്ന് ഇത്രത്തോളം ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. അതുവഴി എത്ര ജീവാത്മാക്കളാണ് ഭഗവാനിലേക്ക് അടുത്തത് എന്നറിയാമോ? അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റക്കാരാവാം, കള്ളന്മാരാവാം, ഒന്നുമില്ലാത്തവരാവാം, അപകീർത്തിപ്പെടുത്തും, കുടുംബത്തിന്റെ മുമ്പിൽ പോലും നമ്മളുടെ ശിരസ് ഇങ്ങനെ നിൽക്കും. എന്നാൽ പോലും നമ്മുടെ കൈകൾ പിടിക്കാൻ ആ തൃക്കരങ്ങൾ എന്നും ഉണ്ട് ഗുരുവായൂരില്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ പിടച്ചിൽ വരുമ്പം ആ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് രക്തമാണ്. പാണ്ഡവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ സഞ്ജയനോട് ഭഗവാൻ ചോദിച്ചത്, അതേപോലെ നിങ്ങളുടെ ഓരോ വേദനകളും, നിങ്ങൾ മറന്നുപോയ ഓരോ വേദനകളും നിങ്ങളെ വേദനിപ്പിച്ചവരോട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ധർമ്മം സത്യം എന്ന് പറയുന്ന 2 വാക്കുണ്ടാവില്ല. ആ ധർമ്മമാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടും വിരോധം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട. യഥാസമയം നിങ്ങൾ വിളിക്കുന്ന ആ കൃഷ്ണൻ നിങ്ങളുടെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കും. 7 സമുദ്രത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നിങ്ങളുടെ ദുഃഖം മൂടി വെച്ചാലും ശരി, ഏത് ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് കൊണ്ടുപോയി നിങ്ങളുടെ വേദനകൾ അടക്കി വെച്ചാലും ശരി, ആ ഗുരുവായൂരപ്പൻ ചോദിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് ജീവിതയാത്രയിൽ തളരരുത്. ഭർത്താവ് ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഉപേക്ഷിച്ചോട്ടെ. ഭാര്യ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഉപേക്ഷിച്ചോട്ടെ. ജന്മം നൽകിയ മക്കള് തിരിഞ്ഞു നിന്ന് അനാവശ്യം പറഞ്ഞോട്ടെ. ജന്മം നൽകിയ അച്ഛനും അമ്മയും അപമാനിച്ചോട്ടെ. കൂട്ടുകാർ അപമാനിച്ചോട്ടെ. സ്വന്തം ഗുരു അപമാനിച്ചോട്ടെ. ഗുരുവായൂരപ്പൻ കൈവിടില്ല. അതാണ് ഗുരുവായൂരപ്പൻ, അല്ലെ? ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ബസ്സിൽ ഡ്രൈവർ ആരാന്ന് നോക്കിയിട്ടാണോ യാത്ര ചെയ്യാറ്? അദ്ദേഹത്തിന്റെ ലൈസൻസും എക്സ്പീരിയൻസും വയസ്സും നോക്കിയിട്ടാണോ യാത്ര ചെയ്യാറ്? നിങ്ങൾ ധൈര്യമായിട്ട് ബസ് വന്നാൽ കൈ കാണിച്ച് കയറി ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യും, അല്ലെ? ബസ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യും. ഫ്ലൈറ്റിൽ കയറുമ്പോഴും ആരാണ് പൈലറ്റ് എന്ന് നോക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ലെറ്റർ നോക്കിക്കൊണ്ടാണോ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നത്? കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ, കപ്പിത്താൻ ആരാന്ന് നോക്കിക്കൊണ്ടാണോ യാത്ര ചെയ്യുന്നത്? ട്രെയിനിൽ 3, 4, 5 ദിവസം യാത്ര ചെയ്യുന്നു. ലോക്കോ പൈലറ്റ് ആരാന്ന് നോക്കിയിട്ടാണോ യാത്ര ചെയ്യുന്നത്? അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ നോക്കാറില്ല, അല്ലെ? എന്നാലും നമ്മൾ അവരിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നു. എനിക്ക് എത്തേണ്ട സമയത്ത് ഇന്ന സമയത്ത് ഞാൻ എത്തും എന്നൊരു വിശ്വാസം അർപ്പിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും സത്യസന്ധമായി ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് ഇത്രയും വാക്കുകൾ പറഞ്ഞു തന്നിട്ട് ആ ഗീതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല? ആ ഭഗവാന്റെ വാക്കിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല? സാന്ദ്രമോള് നർമ്മദയ്ക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയാണ് മാലയിട്ടത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആ ഗുരുവായൂരപ്പന്റെ വാക്കിൽ ഉറച്ചു നിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല? ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്, അല്ലെ? വെറും മനുഷ്യനായിരിക്കുന്ന ഒരു ഡ്രൈവറിൽ നമ്മൾ നമ്മുടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തുകൊണ്ട് ഗുരുവായൂരപ്പനിൽ നമുക്ക് ഇത്രയും ഉറപ്പ് വെക്കാൻ പറ്റുന്നില്ല? എത്രയോ കപ്പലുകൾ മറിഞ്ഞിരിക്കുന്നു, എത്രയോ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, എത്രയോ ട്രെയിൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, എത്രയോ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, അല്ലെ? പക്ഷെ ഗുരുവായൂരപ്പൻ ഇന്ന് വരെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണ് പ്രശ്നത്തിൽ പോയി ചാടുന്നത്, നമ്മുടെ കർമ്മഫലം. ഭഗവാൻ ആരെയും അപകടത്തിൽപ്പെടുത്തുന്നില്ല. അപ്പൊ 100% നമുക്ക് ആരെ വിശ്വസിക്കാം? ഭഗവാനെ വിശ്വസിക്കാം. ആ ഭഗവാനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യും. ആ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഒരു നിഴലായിട്ട് കൂടെയുണ്ട്. എവിടെയും നിങ്ങളെ തോൽപ്പിക്കില്ല. ജോലിയുടെ പ്രശ്നമാണെങ്കിലും ശരി, വിവാഹത്തിന്റെ പ്രശ്നമാണെങ്കിലും ശരി, വീട് ജപ്തിയുടെ വക്കിൽ നിന്നാലും ശരി, അത് പോണ്ടതാണെ ഭഗവാൻ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കും. പക്ഷെ ഭഗവാൻ നമ്മളെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ അനുവദിക്കില്ല. കൃഷ്ണൻ ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരു വ്യക്തി, കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എവിടെയും തോൽക്കില്ല, ഒരു സ്ഥലത്തും തോൽക്കില്ല. ഇത് ഞാൻ മഹാഭാരതം മുമ്പിൽ വെച്ച് തരുന്ന വാക്കാണ്. ധൈര്യമായി മുന്നോട്ട് പോകൂ, എവിടെയും തോൽക്കില്ല. ആര് വിചാരിച്ചാലും തോൽക്കില്ല. ഹരേ കൃഷ്ണ. നമുക്ക് വിതുര നീതിവാക്യം കേൾക്കാം. എന്താണ് വിതുരന്റെ നീതിവാക്യം എന്ന്? ഓക്കെ, വിതുരൻ പറയാണ്, നമ്മുടെ ധൃതരാഷ്ട്രര് വിളിച്ചു വരുത്തിയതാണ് വിതുരനെ, അല്ലെ? ധൃതരാഷ്ട്രർക്ക് ഉറക്കം കിട്ടുന്നില്ല, വല്ലാത്തൊരു വിഷമമാണ്,
മക്കള് നശിച്ചു പോകും. ഇതൊക്കെ ധൃതരാഷ്ട്രയുടെ വല്ലാത്തൊരു തോന്നലാണ് ഉള്ളില്. അപ്പോ ധൃതരാഷ്ട്രം എന്ത് ചെയ്ത് നമ്മുടെ വിദുരരെ വിളിച്ചു വരുത്തി. സഞ്ജയനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അപ്പൊ വിദുരര് പറഞ്ഞു, ബലവാനോട് ഇടഞ്ഞവനും ഉപജീവനത്തിന് വകയില്ലാത്തവനും, അതായത് ശക്തിയുള്ളവനോട് ഇടഞ്ഞവൻ ആരായാലും ശരി, ദിവസം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട പണമില്ലാത്ത ഒരു വ്യക്തിയോട്, ബലഹീനനും കാമിക്കും ചോരനുമാണ് ഉറക്കം വരാതിരിക്കുന്നത്. സത്യമല്ലേ? ഞാനിപ്പോ പറഞ്ഞ കാര്യം അതല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ശക്തിയുള്ള വ്യക്തിയോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? നമ്മൾ ആരടുത്തെങ്കിലും പോയിട്ട് വല്ല പ്രശ്നത്തിനും പോയിട്ടുണ്ടോ? ഒന്നിനും പോയിട്ടില്ല. നമ്മുടെ സാഹചര്യമാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയത്, അല്ലെ? നമ്മള് ഒരു എന്താ പറയാ, ഒരു വകയില്ലാത്ത ആൾക്കാരാണോ? അല്ല. നമുക്ക് ഗുരുവായൂരപ്പനുണ്ട്, അദ്ദേഹം നൽകിയ ഗീതയുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. സർവധനാൽ പ്രധാനമാണ് ഗീത. ആ ഗീത ദിവസേന രാവിലെ എടുത്തു വെച്ച് ഒരു വാക്കെങ്കിലും വായിച്ച് ഭഗവാനെ ആ വാക്കിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും ഒറ്റപ്പെടില്ല. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എവിടെയും. നമ്മൾ ശക്തിയില്ലാത്തവരാണോ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല ശക്തിയുള്ളവരാണ്, അല്ലെ? നമ്മളൊരു കള്ളനുമല്ല, ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരാതിരിക്കുന്നത്. വിദുരർ പറഞ്ഞു കൊടുക്കാണ് ധൃതരാഷ്ട്രരോട്, എല്ലാ മഹാദോഷങ്ങളും ഒന്നും അങ്ങേ ബാധിച്ചിട്ടില്ല. ഈ പറയുന്ന ദോഷങ്ങളൊന്നും ധൃതരാഷ്ട്ര മഹാരാജാവിനെ ബാധിച്ചിട്ടില്ല. എങ്കിലും മറ്റൊരാളുടെ സ്വത്ത് അത് നമ്മളുടേതാക്കി തീർക്കണം എന്നുള്ളൊരാഗ്രഹം അങ്ങേക്കുള്ളിൽ ഉണ്ടായിരുന്നു, അല്ലെ? ആലോചിച്ച് നോക്കിക്കേ. പാണ്ഡവരുടെ ഭൂമി കൗരവരുടേതാക്കി തീർക്കണം എന്നൊരാഗ്രഹം അങ്ങേക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങിന്ന് വിഷമിക്കുന്നത്. എല്ലാ രാജലക്ഷണങ്ങളും തികഞ്ഞ ധർമ്മപുത്രരോട് ഭവാനും ഭവാന്റെ പുത്രന്മാരും പെരുമാറുന്നത് വളരെ അധാർമികമായിട്ടാണ്, അല്ലെ? നല്ല രാജലക്ഷണങ്ങളാണ് ആർക്കുള്ളത്? ധർമ്മപുത്രർക്കുള്ളത്. ധർമ്മപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെ മാത്രം കൈമുതലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോ ആ വ്യക്തിയോട് അങ്ങും അങ്ങയുടെ മക്കളും ചെയ്യുന്നത് എത്ര മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. ചെറിയ കാര്യമാണോ? 13 വർഷം അവരെ കൊണ്ടുപോയിട്ട് കാട്ടിലൊക്കെ താമസിപ്പിക്കുക, അവരുടെ ഭാര്യയെ 10 ആണുങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അല്ല. അദ്ദേഹം നല്ല സദ്ഗുണനിധി ആയതുകൊണ്ടും അങ്ങയോടുള്ള ഭക്തി ബഹുമാനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നേരിയ ദേഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങയോട് ഇത് സഹിക്കില്ല. അങ്ങയുടെ മക്കളെയും വെറുതെ വെക്കില്ല. ദുർബുദ്ധികളും അധാർമികരുമാണ് ദുര്യോധനാദികൾ, അല്ലെ? ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ, ഇവരൊക്കെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അവര് വളരെ മോശമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്യമൊക്കെ സമർപ്പിച്ചിട്ട് വീണ്ടും ഐശ്വര്യം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമ്പത്തും സ്വത്തും സ്വർണവും എല്ലാം നേടിയെടുത്തിട്ട് ഇന്ദ്രപ്രസ്ഥം വരേക്ക് അവരവരെ കയ്യിൽ വെച്ചിരിക്കുകയാണ് പാണ്ഡവരുടെ രാജ്യം. എന്നിട്ടും അവർ വീണ്ടും അഹങ്കാര മനോഭാവത്തോടു കൂടിയാണ് ഈ ദുര്യോധനനും ശകുനിയും കർണനും ദുശാസനനും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങേക്ക് ഉറക്കം വരാത്തത്. അങ്ങയുടെ ഭാഗത്ത് അധർമ്മമുണ്ട്. അങ്ങ് ധർമ്മത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അങ്ങ് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കിടന്നുറങ്ങണം. അങ്ങ് എല്ലാം ഭഗവാനിൽ ഭരമേൽപ്പിക്കണം. അങ്ങയുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാലം വരയ്ക്കും നമുക്ക് ഉറങ്ങാം. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. സമയം വരുമ്പം ആ ഭഗവാൻ എഴുന്നള്ളി വരും, യാതൊരു സംശയവും ഇല്ല. നമ്മൾ വിളിക്കുന്ന ഒരു വിളിയും പാഴായി പോകില്ല, അതേത് നാമത്തിൽ വിളിച്ചാലും. ആദ്യമായിട്ട് പണ്ഡിതന്മാരെയും മൂഢന്മാരെയും നമ്മൾ തിരിച്ചറിയണം. വിദുരർ പറഞ്ഞു കൊടുക്കുകയാണ്, വിവരമുള്ളവരെയും വിവരം ഇല്ലാത്തവരെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. ആത്മജ്ഞാനം, അഹിംസ, മഹോത്സാഹം, ക്ഷമ, ധർമ്മനിരതത്വം മുതലായ ഗുണങ്ങളെ എപ്പോഴും നോക്കി സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരു പണ്ഡിതൻ. എന്താണ്? ആത്മജ്ഞാനം. സ്വയം നമുക്കുള്ളിലിരിക്കുന്ന ഒരു അറിവ്, അല്ലെ? ഹിംസയില്ലാത്തൊരു മനോഭാവം, ആരെയും വേദനിപ്പിക്കാത്ത ഒരു മനസ്സ്. മഹോത്സാഹം, നമ്മൾ എപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കണം. ക്ഷമ, അത് വളരെ അനിവാര്യമാണ് ഏത് സാഹചര്യത്തിലും. ധർമ്മനിരതത്വം, എന്നും ധർമ്മത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നോക്കി ആ ഗുണങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അറിവുള്ളവനാണ്, പണ്ഡിതനാണ്. യസ്യ സംസാരിണീ പ്രജ്ഞ
ധർമാർത്ഥവാനുവർത്തി കാമാർത്ഥം വൃണിതേ യസവൈ പണ്ഡിത ഉച്യതേ. എന്ന് വെച്ചാൽ ധർമാർത്ഥങ്ങളിൽ പ്രജ്ഞ വ്യാപിച്ചു നിൽക്കുകയും കാമത്താൽ അർത്ഥം നേടുകയും ചെയ്യുന്നവനാണ് പണ്ഡിതൻ. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ എല്ലാ മനസ്സിന്റെ വികാരങ്ങളെയും നമ്മൾ അടക്കി നിർത്തണം. ഇങ്ങനെ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പണ്ഡിതനാണ്. ഹരേ കൃഷ്ണ ജയന്തിയമ്മേ. അതുപോലെ തനിക്ക് വന്നു ചേരുന്ന, അതായത് നമുക്ക് ലഭിക്കുന്ന നല്ല ശ്രേയസിലും മാനത്തിലും നമ്മൾ അധികം സന്തോഷിക്കരുത്. കാരണം എന്താ, നമ്മൾ ഒരുപാട് ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയം വരുമ്പോൾ ആ സന്തോഷത്തിനൊരു കടിഞ്ഞാണിടണം. ഒരുപാട് സന്തോഷിക്കരുത്. ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മതിമറന്നു പോകും. സ്വയം അഹങ്കാരികളായിത്തീരും. ഞാനെന്ന ഭാവം നമ്മളിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അപമാനം വന്നു പെട്ടാൽ അവരൊരുപാട് താഴേക്ക് അധപ്പതിച്ചു പോകും, ദുഃഖിച്ചു പോകും. അപ്പോ ദുഃഖിക്കാതിരിക്കുകയും ഗംഗയിലെ കയം പോലെ അചഞ്ചലമാനസമായി നിൽക്കുകയും ചെയ്യുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഗംഗയിലുള്ള ആഴത്തിലുള്ള കയം, അതായത് ഏറ്റവും താഴെ കിടക്കുന്ന കയം പോലെ യാതൊരു ഇളക്കവും ഇല്ലാതെ അമിതമായി ദുഃഖിക്കുകയും അമിതമായി സന്തോഷിക്കാതെയും ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്തെന്ന് പറയും? പണ്ഡിതൻ എന്ന് പറയും. നമ്മൾ ചില വ്യക്തികളോട് ഇടപെടുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ, നമ്മളുടെ വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റാത്തത്? നമ്മളൊരു വ്യക്തിയോട് ഇടപെടുന്ന സമയത്ത് ആ വ്യക്തി അമിതമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിലൊക്കെ നമ്മളൊന്ന് വിലയിരുത്തണം. ഇതുപോലെ മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വ്യക്തികളെ പോലും നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മഹാഭാരതത്തിലും ഗീതയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ചില വ്യക്തികൾ അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് മതിമറക്കും. ആ മതിമറക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ അടുക്കരുത്. കാരണം എന്താ അറിയോ, അവന് ആത്മസംയമനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. ചില വ്യക്തികൾ അങ്ങ് സങ്കടം വന്ന് സഹിക്കാൻ പറ്റാണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ അടുക്കരുത്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊരു ബാലൻസ് ചെയ്ത് പോകുന്ന വ്യക്തികളുണ്ടാവും. അവരോട് വേണം നമ്മൾ അടുക്കാൻ. കാരണം അവരുടെ ഹൃദയം എന്നും പാണ്ഡിത്യം നിറഞ്ഞ ഹൃദയമായിരിക്കും. മനസ്സിലായില്ലേ? അർത്ഥം മഹാന്തമാസാദ്യ വിദ്യാമൈശ്വര്യമേവ വാ സംചരാത്യ സമുന്നതോ യസ പണ്ഡിത ഉച്യതേ. ആരാണ് മകൾക്ക് ടെൻഷനാന്ന് പറയുന്നത്? മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും മാതാജി. ലൈവില് മെസ്സേജ് ഇട്ട് എന്റെ ക്ലാസിന്റെ കോൺസെൻട്രേഷൻ പോകും. മഞ്ജരീസിലേക്ക് ഇടും മെസ്സേജ്. എന്താ പ്രശ്നം എന്ന് വായിച്ചു നോക്കട്ടെ. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വലിയ ധനവും വിദ്യയും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിട്ടും ഒട്ടും അഹങ്കാരമില്ലാതെ സഞ്ചരിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് പണ്ഡിതൻ. സന്തോഷ് പ്രഭു. അപ്പൊ അവരാണ് പണ്ഡിതൻ. ഒരുപാട് പൈസ, ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില വ്യക്തികൾക്ക് ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരല്ലേ. ഇന്നലെ വരെ ഒന്നും അല്ലായിരുന്നു. അവരുടെ മക്കള് പഠിച്ച് വല്ല ഷിപ്പിലോ ഗൾഫിലോ ഒക്കെ പോയി ഇച്ചിരി പൈസയും ഒരു 10 സെന്റോ 5 സെന്റോ ഭൂമിയും ഒരു കാറും നല്ലൊരു കല്യാണം ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ മകന് നല്ലൊരു ഭാര്യ വന്ന് കുറച്ച് സ്വർണ്ണൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിബന്ധങ്ങളെ അവർ മറന്നുപോകും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. ഒരിക്കലും അവരോട് അടുക്കരുത് കേട്ടോ. ഒരിക്കലും അടുക്കരുത്. ഈശ്വരൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾക്ക് പോണ്ട. നമുക്ക് വേണ്ട അങ്ങനത്തെ ബന്ധങ്ങൾ. നമുക്ക് ഈശ്വരൻ എവിടെയുണ്ടോ അവിടെ മതി. ഈശ്വരനുള്ള വ്യക്തി എന്നും താഴ്മയിലിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരിക്കലും ആ വ്യക്തി വലിയ സംഭവ ബഹുലമായ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. ഈശ്വരനെ മറന്നു ജീവിക്കുന്ന ഒരു വ്യക്തിബന്ധങ്ങളും നമുക്ക് വേണ്ട. നേരെ മറിച്ച് അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് നടിച്ച് അഹങ്കരിക്കുകയും ശാസ്ത്രബോധമില്ലെങ്കിലും ശാസ്ത്രജ്ഞനെന്ന് ഭാവിക്കുകയും കയ്യിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം തനിക്ക് എന്നുള്ള അഹങ്കാരം വർദ്ധിപ്പിച്ച് അതിൽ ആശ വയ്ക്കുകയും പണിയൊന്നും എടുക്കാതെ വേതനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവന് മൂഢനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. എന്താ പറയാ, വലിയ ധനവും വിദ്യയും ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടും ഒരു അഹങ്കാരവും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തി പണ്ഡിതനാണ് അല്ലെ. ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും, ഒരുപാട് ധനം ഉണ്ടാവും, പേര് പ്രശസ്തിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തി ആരാണ്? പണ്ഡിതനാണ്. അവരോട് നമുക്ക് ഇടപെടാം. പക്ഷേ ഒരുപാട് അറിവുണ്ട് എന്നൊരു ഭാവം
അതുപോലെ തന്നെ ശാസ്ത്രബോധമൊന്നും ഇല്ലെങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവാണ് എന്ന് സ്വയം ഭാവിക്കുന്ന വ്യക്തി. ഇനി കയ്യിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ എല്ലാം എനിക്കുണ്ട്, ഇനി ഞാൻ എന്തിനു പേടിക്കണം, എനിക്കെല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്ന വ്യക്തി. ഇനി അതല്ല, എല്ലാത്തിലും ഭയങ്കര ആഗ്രഹമായിരിക്കും ചില വ്യക്തികൾക്ക്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതിനാവശ്യമുണ്ട്, ഇതിനാവശ്യമുണ്ട്, ആവശ്യങ്ങൾ ചോദിച്ച് മേടിക്കും അങ്ങനെയുള്ള വ്യക്തികൾ. എന്നാൽ ഇവർ പണിയൊന്നും ചെയ്യില്ല, ഒരു പണിയും ഇവർ ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പണിയും ചെയ്യാതെ അവർക്കെല്ലാം അവർക്ക് ശമ്പളം വേണം, വേതനം ലഭിക്കണം, ഒരു പണി ഇവർ ചെയ്യുന്നില്ല. അവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ വല്ല ജോലിക്കും പോകുന്നുണ്ടോ? ഒരു ജോലിക്കും പോകുന്നില്ല. പക്ഷെ അവർ സുഖമായി ജീവിക്കുന്നു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർക്ക് കാശ് വരുന്നുണ്ട്. എന്താ അവരുടെ ജോലി എന്ന് ചോദിച്ചാൽ പറയാൻ അവർക്കൊരു പ്രൊഫഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ ആരാന്നറിയോ? മൂഢന്മാരാണെന്നാണ് പറയുന്നത്. അവരുടെ പിന്നാലെ നമ്മൾ പോവരുത്. നമ്മൾ അന്നന്ന് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന, ശരീരം അനങ്ങി ജോലി ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്ക് വേണം നമ്മൾ പോകാൻ. അങ്ങനെയുള്ളവരോട് വേണം നമ്മൾ ബന്ധം നിലനിർത്താൻ. അല്ലാത്തവരോട് നമ്മൾ ഇടപെടരുത്. അത് നമ്മളെയും കൂടെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്വമർത്ഥം പരിത്യജ്യ പരാർത്ഥമനുത്തിഷ്ഠതി മിഥ്യാചരതി മിത്രാർത്ഥേ യശ്ച മൂഢസ ഉച്യതേ എന്ന് വെച്ചാ, സ്വന്തം അർത്ഥത്തെ ഉപേക്ഷിച്ചും അന്യന്റെ അർത്ഥത്തിൽ ആശ വെക്കുകയും, സ്വന്തം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വന്തം അർത്ഥത്തെ ഉപേക്ഷിച്ചിട്ട് അന്യന്റെ അർത്ഥത്തിൽ ആശ വെച്ചിട്ട് മിത്രങ്ങളെ സമ്പാദിക്കാൻ പാഴ്വേലകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇതെല്ലാം മൂഢമാണ്. ചില വ്യക്തികളെ നമ്മളെ കുടുംബത്തിൽ കാണാം, സ്വന്തം ബന്ധങ്ങൾക്ക് അവർ വ്യക്തിത്വം സ്ഥാനം കൊടുക്കില്ല. ബിന്ദുമേ, സ്വന്തം ബന്ധങ്ങൾക്ക് അവർ ഒരു സ്ഥാനവും കൊടുക്കില്ല. എന്നിട്ടോ പണമുള്ള, അതായത് ഇപ്പൊ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ അനിയന്മാരോ അല്ലെ നമ്മുടെ പെങ്ങന്മാരോ ആരെങ്കിലും ഒക്കെ നമ്മുടെ ബന്ധുമിത്രാദികള് ഒരു വീട്ടിൽ കൂടി, അപ്പൊ ബന്ധുമിത്രാദികൾക്ക് ഒരു വിലയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ ചെന്നു. അപ്പം എൻ്റെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മാവനാണെന്ന് കരുതുക. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്നപ്പോ നീ എപ്പോ വന്നു? ഞാനിപ്പോഴാണ് വന്നു. ശരി, കഴിഞ്ഞു. അതേസമയം അവരുടെ ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്തിന് നല്ല പണവും സ്ഥാനവും മാനങ്ങളും ഒക്കെ ഉണ്ട്, വലിയ കാറിലൊക്കെയാണ് വന്നതെങ്കിൽ അവരെ അങ്ങ് ആനയിച്ച് കയറ്റി ഇരുത്തി ഈശ്വരന് തുല്യം അവരെ അങ്ങ് രാജകീയമായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട് അല്ലെ. നമ്മൾ ബന്ധമായിരിക്കുന്ന, രക്തബന്ധമായിരിക്കുന്ന നമുക്ക് ഒരു വിലയില്ല, പുറത്തു നിന്ന് വന്ന ഏതോ ഒരാൾക്ക് ഭയങ്കരം വില. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ എന്താ ചെയ്യുന്നത്? സ്വന്തം ബന്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മിത്രങ്ങളെ സമ്പാദിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ മിത്രങ്ങൾക്ക് എങ്ങനെ വിലയുണ്ടായി? അവരെ കയ്യിൽ ഇതുണ്ടേ, അതുകൊണ്ട് വിലയുണ്ടായി. നമ്മളെ കയ്യിൽ ഇതില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ വിലയില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൂഢന്റെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. മഹാഭാരതത്തിൽ പറയുന്നു, അങ്ങനെയുള്ള മൂഢനെ നമ്മൾക്ക് വേണ്ട. അങ്ങനെയുള്ള ആൾക്കാരുടെ മുഖം കാണാൻ അവരുടെ വീടുകളിൽ കയറി ചെല്ലരുത്. സീരിയസ്ലി കയറി ചെല്ലരുത്. എന്റെ പോളിസി അതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ 2 അനിയന്മാരുടെ വീട്ടിലേക്ക് ഞാൻ പോകാറില്ല, എനിക്ക് താല്പര്യമില്ല പോകാൻ. അതേസമയം എൻ്റെ അമ്മയുടെ 2 അനിയത്തിമാരുണ്ട്. ഒരു അനിയത്തിയുടെ വീട്ടിലേക്ക് ഞാൻ എന്നും പോകും, മറ്റേ അനിയത്തിയുടെ വീട്ടിലും ഞാൻ പോകാറില്ല. കാരണം എന്താ അറിയോ? പണം വന്നപ്പോ ഒരു സമയത്ത് ബന്ധങ്ങളെ മറന്നുപോയവരാണ് അവര്. മനസ്സിലായില്ലേ? അവർക്കൊന്നുമില്ലാത്ത കാലത്ത് നമ്മളൊക്കെ അവർക്ക് വലുതായിരുന്നു. പക്ഷെ കുറച്ച് പണം വന്നപ്പോഴേക്കും അവർക്ക് ഇതായ അവരുടെ ഭാവം. എൻ്റെ അമ്മയ്ക്ക് അവർ വലുതായിരിക്കും, പക്ഷെ എനിക്ക് അവരൊന്നുമല്ല. ഞാൻ പോകാറില്ല, പോവേ ഇല്ല. ഇതെന്റെ ഒരു നേച്ചറാണ്. കാരണം എന്താ? നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് അതാണ്. അവർക്ക് ഈശ്വരൻ ഓർമ്മയില്ലെന്നേ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടില്, അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ വീട്ടിൽ എവിടെയാണെങ്കിലും കാർ എടുത്ത് പോകാം. ഗുരുവായൂരമ്പലത്തിന്റെ തിരുനടയിൽ വരാൻ അവർക്ക് സമയമില്ല. പിന്നെ അങ്ങനെയുള്ള വ്യക്തികളെ ഞാനെന്തിന് അവരെ നോക്കാൻ പോണം? നിന്ദിക്കാറുമില്ല, വന്ദിക്കാറുമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അവരുടെ മുഖം കാണാൻ നമ്മൾ പോവരുത്, ഒരിക്കലും പോവരുത്. അവരുടെ മക്കളുടെ കല്യാണം വന്നു, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കല്യാണം പറയരുതെന്ന് അവരുടെ അടുത്ത് പ്രത്യേകം പറയണം. അമ്മയ്ക്ക് വേണമെങ്കിൽ പോ, അമ്മ പൊക്കോളൂ, ഞാൻ പോവില്ല. നമുക്ക് ആവശ്യമില്ല അല്ലെ. നമ്മൾക്ക് ബന്ധുമിത്രാദികളാണ് വേണ്ടത്. അവരിൽ ഈശ്വരീയ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാത്തവർ ഏത് സമയവും നമ്മളെ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിലിടും, ഏത് സമയവും നമ്മൾ അപമാനിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ വേണ്ട. തന്നോട് സ്നേഹമില്ലാത്തവരോട് സ്നേഹിച്ച് പിന്നാലെ നടക്കുക. പ്രത്യേകം നമ്മൾ ഓർക്കണം, നമ്മളോടൊരു വ്യക്തിക്ക് സ്നേഹമില്ല,
നമ്മളോടൊരു എന്താ പറയാ മര്യാദ കാണിക്കുന്നില്ല എങ്കിൽ അവരെ പിന്നാലെ ഇങ്ങനെ നമ്മൾ പോകരുത്. നമ്മളെന്താ അത്രയ്ക്ക് തരം താഴ്ന്ന വ്യക്തികളോ? നമുക്ക് അവർക്കില്ലാത്തൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, ഗുരുവായൂരപ്പൻ ഇല്ലേ? അവരത് കേട്ടിട്ട് ഇപ്പൊ എനിക്കെന്താ ബിന്ദു മാതാജി? എനിക്ക് യാതൊരു പ്രശ്നം, ഞാൻ സത്യമല്ലേ വിളിച്ചു പറയുന്നത്. അവര് കേൾക്കും, അവര് കേട്ടോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഭയപ്പെടില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മുമ്പിൽ പണമില്ലാത്തത് ഒരു കുറവാണ്. അവരുടെ സ്റ്റാറ്റസ് വെച്ച് അങ്ങോട്ട് നോക്കും. അപ്പൊ ആ സ്റ്റാറ്റസിനനുസരിച്ച് എന്തൊക്കെയോ കുറവുകൾ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേണ്ട, നമുക്ക് അവരെന്താ പറയാ, അവരായി അവരുടെ പാടായി നമ്മളങ്ങ് വിട്ടുകൊടുത്തു. നമുക്ക് അങ്ങനെയുള്ള യാതൊന്നും വേണ്ട. നമ്മൾക്ക് വേണ്ടത് എന്താണ്? സജ്ജന സംസർഗം. റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തി ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്നുണ്ടെങ്കിൽ അവനാണ് നമ്മളുടെ ബന്ധു, അവനാണ് നമ്മളുടെ ബന്ധു. മനസ്സിലായില്ലേ? അല്ലാതെ ഈശ്വരനെ ചിന്തിക്കാത്ത വ്യക്തികൾ നമ്മൾ പോവരുത്. സജ്ജന സംസർഗമാണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്കൊരു സമാധാനം കിട്ടും, ഒരു ആശ്വാസം കിട്ടും. മറ്റേതെന്താ സംഭവിക്കാന്നറിയാം, നമ്മുടെ ബോധത്തെ അത് ബാധിക്കും. ഞാൻ വെറുതെ പറയല്ല, സീരിയസ്ലി. ഒരാൾ ചോദിച്ചു നമ്മളെല്ലാവരെയും ഒരുപോലെ കാണണ്ടേന്ന്. എന്തിനാ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നത്? മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റി തന്നെ വെക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് സാധിക്കില്ല, പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മളുടെ സമാധാനവും സന്തോഷവുമാണ്. ഇപ്പോ ഒരു ഫിഷ് മാർക്കറ്റിൽ നിങ്ങൾ പോയി, നിങ്ങൾ ഫിഷ് ഒന്നും വാങ്ങുന്നില്ല, പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സിൽ എന്തുണ്ടാവും അറിയോ? ഫിഷിന്റെ സ്മെല്ല് ഉണ്ടാവും. നിങ്ങൾ ഫിഷ് വാങ്ങിക്കേണ്ട, പക്ഷെ നിങ്ങളിൽ ഫിഷിന്റെ സ്മെല്ല് ഉണ്ടാവും. ഈശ്വരനെ അറിയാത്തവന്റെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളും ആ വഴിയിൽ തന്നെ സഞ്ചരിക്കും. മനസ്സിലായില്ലേ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കും, നമ്മുടെ മുമ്പിൽ എല്ലാവരും തുല്യരാവണ്ട. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇവര് വില കൊടുക്കുന്നത് ഈശ്വരനാണോ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങൾക്കാണോ? ഞാൻ ചോദിക്കട്ടെ, ഭൗതിക സാഹചര്യങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന വ്യക്തി ഒരിക്കലും നമ്മൾക്കൊരു വിഷമം വന്ന അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണ്ടി വന്ന തരില്ല അവര്. പക്ഷെ ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തി പരിചയമില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കും. നമുക്ക് അങ്ങനെയുള്ളവർ മതി. സജ്ജന സംസർഗത്തിന് ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. നമ്മൾ ഈശ്വരനെ ആരംഗീകരിക്കുന്നു അവരുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ മറ്റുള്ള യാതൊരുവിധ കാര്യങ്ങൾക്കും വലിയ സംഭവം കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ പോവരുത്. ഞാൻ ഇത് നല്ല രീതിക്കാണ് പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ പോയി, അവർക്ക് ആവശ്യം പണവും സംഭവവും വലിയ വലിയ സ്ഥാനമാനങ്ങളും ഒക്കെയാണെന്ന് കരുതാം. നമ്മൾ അവിടെ ചെന്നു, നമ്മളെ അവർ മൈൻഡ് ആക്കിയില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഭക്ഷണം കഴിക്കാൻ നമ്മളോട് പറഞ്ഞില്ല. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ആതിഥേയ മര്യാദയിൽ ഒരു കുറവ് സംഭവിച്ചാൽ കാണിച്ച അവർക്കൊരു വിഷമവും ഉണ്ടാവില്ല. പക്ഷെ കണ്ട നമ്മളുടെ ഹൃദയം അതൊരുപാട് വേദനിക്കും. ചിലപ്പോൾ നമ്മുടെ മക്കള് കൂടെ ഉണ്ടെങ്കിൽ ആ മക്കൾ അത് കണ്ട് വേദനിക്കും. ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് പോവില്ല. മനസ്സിലായില്ലേ? അവിടെ എന്ത് വരും എന്നറിയോ? വ്യക്തി വൈരാഗ്യം ഉണ്ടാവും. സീരിയസ്ലി, വ്യക്തി വൈരാഗ്യം അവിടെ ഉടലെടുക്കും. ആ വ്യക്തി വൈരാഗ്യം ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും, അവരെന്നോട് അങ്ങനെ കാണിച്ചില്ലേ, ഇനി ഞാൻ അവരെ എങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, അതുപോലെ കാണിക്കും, ഞാനും തിരിച്ചു കാണിക്കും. എന്തിനാ ഇങ്ങനത്തെ മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നത്? എന്റെ ചോദ്യം അതാണ്. എന്തിനാ അങ്ങനത്തെ മനോഭാവത്തിലേക്ക് പോകുന്നത്? നമ്മൾ അങ്ങനെ മനോഭാവം കാണിക്കാനും വേണ്ട, നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് നിൽക്കുകയും വേണ്ട. ഞാനിപ്പോൾ എത്രയോ പ്രാവശ്യം എൻ്റെ നാട്ടിൽ പോയി. ഞാൻ രാവിലെ അവിടെ കുളിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ മാമൻ്റെ ഭാര്യമാരെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണും. എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്. കാണുമ്പോൾ ആ മോളെ എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നു മാമി. അത് ശരി, കുറേ നാളായില്ലേ നീ അങ്ങോട്ട് വന്നിട്ട്? ഞാൻ വരാം മാമി, ഒരു ദിവസം വരാം. ശരി മാമി, ഓക്കെ. എവിടെ ഇപ്പോൾ? ചെന്നൈയിൽ. ഓക്കെ, കലാസ് കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് അവരെ വീട്ടിൽ പോവുക, സൽക്കാരം സ്വീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നെവർ. കാരണം എന്താ? ചിരി കൊണ്ട് അതവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അവരെ മുഖം കാണാൻ പോകേണ്ട കാര്യവും ഇല്ല, നമുക്കൊട്ട് വ്യക്തി വൈരാഗ്യം ഉണ്ടാക്കുകയും വേണ്ട. മനസ്സിലായില്ലേ? അവര് നന്നായിരിക്കട്ടെ. ഇനി അവർക്കൊരാപത്ത് വന്നാൽ നമ്മൾ സഹായിക്കും. അതാണ് നമ്മുടെ മനോഭാവം. അവർക്കൊരു വിഷമം വന്നാൽ നമ്മൾ സഹായിക്കും.
നമ്മളുടെ ആവശ്യം അവർക്ക് വേണം എന്ന് തോന്നിയാൽ നമ്മൾ പോയി സഹായിക്കും. അതാണ് ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം. മനസ്സിലായില്ലേ? ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു വേണ്ടാധീനത്തിനും ഒരാളുടെ മുഖം കാണാനും ഒരാളുടെ വീടിന്റെ പടിയും കയറി ചെല്ലണ്ട. നമുക്ക് ആരോടും ശത്രുതയില്ല. പക്ഷെ അകന്ന് നിൽക്കേണ്ടടുത്തുനിന്ന് ബുദ്ധിപൂർവം അകന്ന് നിൽക്കണം. മനസ്സിലായില്ലേ? അല്ലാത്ത പക്ഷം നമ്മുടെ ബോധം അത് നശിച്ചു പോകും. എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്ററിനോട് ഞാൻ അകലാൻ വലിയൊരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും അതറിയാം. ഞാൻ അന്ന് ഒരു മറുപടിയും പറയാതെ 2007 അവരിൽ നിന്ന് അകന്നു. പക്ഷെ കാലങ്ങൾക്കിപ്പുറം 2016 അവർക്കൊരു വലിയ പ്രശ്നം വന്നു. ഇതെൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പം അത്രയും വർഷങ്ങൾ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ അന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോഴിക്കോട് ചെന്ന് ഞാൻ ആൻറ്റിയെ വിളിച്ച് എന്താ ആൻറ്റി പ്രശ്നം എന്ന് ചോദിച്ചു. അവർ ശരിക്കും അങ്ങ് വല്ലാതെ ആയിപ്പോയി എൻ്റെ കോൾ വന്നപ്പം. ഒന്നുമില്ല മോളെ. ഞാൻ പറ എന്താ പ്രശ്നം? കാര്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നേരെ അവരെ വീട്ടിൽ ചെന്നു. അന്നാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരുടെ വീട് കാണുന്നത്. അപ്പോൾ മോളെ ഇരിക്കുക. ഞാൻ പറയും ഇവിടെ എന്താ ഉണ്ടായേ? കാര്യങ്ങൾ അവർ പറഞ്ഞു. വിഷമിക്കണ്ട, അതിനൊരു സൊല്യൂഷൻ അല്ലേ, നമുക്ക് കാണാം. അങ്ങനെ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടു. എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടു. ഇന്ന് അവർ സ്വസ്ഥമായി ജീവിക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോയപ്പം, ഒരു വർഷം കഴിഞ്ഞ് ചെന്നപ്പം അവരെ വീട്ടിൽ വെച്ച് കണ്ടു. നീ എന്താ അമ്പിളി ഞങ്ങളോട് മിണ്ടാത്തത്? ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്കൊരു ദേഷ്യമില്ല, നിങ്ങൾ നന്നായിരിക്കട്ടെ എന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളെ സഹായിക്കേണ്ട ഒരു അവസരം ഭഗവാൻ എനിക്ക് തന്നു, ഞാൻ സഹായിച്ചു. അപ്പം അതവിടെ കഴിഞ്ഞു ആൻറ്റി. ആൻറ്റി നന്നായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് മധുര പ്രതികാരം എന്ന് പറയില്ലേ നമ്മൾ, അത്രയേ ഉള്ളൂ. എന്താ നമുക്ക് വല്ല ദേഷ്യമുണ്ട് അവരോട്? ഒരു ദേഷ്യമില്ല. ആപത്തിൽ സഹായിക്കുന്നവനാണ് ആത്മമിത്രം, ആപത്തിൽ കൈവിടുന്നവൻ ആത്മശത്രുവാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അതെത്ര വലിയ ബന്ധുമിത്രാദികളാണെങ്കിലും ശരി, പോകരുത്. സത്യമായിട്ടും പോകരുത്. നമ്മൾ അകന്ന് നിൽക്കുക. നമ്മൾ വെറുതെ നമ്മളുടെ BP കൂട്ടാനും അയ്യോ 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 എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനും പോകരുത്. അകന്ന് മാറി അവനവന്റെ കാര്യം നോക്കി നിൽക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. തന്നോട് സ്നേഹമില്ലാത്തവരെ സ്നേഹിച്ച് പിന്നാലെ നടക്കുക, തന്നോട് സ്നേഹമില്ലാത്തവനോട് ഉദാസീന ഭാവം നടിക്കുക, ബലവാന്മാരോട് വിദ്വേഷം ഇളക്കി വിടുക, ശത്രുക്കളെ മിത്രങ്ങളായും മിത്രങ്ങളെ ശത്രുക്കളായും കരുതുക, മറ്റുള്ളവരെ ദ്രോഹിച്ചും ദേഷിച്ചും തന്റെ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം മൂഢന്മാരുടെ ലക്ഷണമാണെന്ന്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാളുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ പോവരുത്. നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാളുടെ പിന്നാലെ നമ്മൾ എന്തിനാണ് ഈ വാലാട്ടിക്കിളിയിലെ പോലെ പോകുന്നത്? നമ്മളോട് സ്നേഹമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ, ശരി, ഫൈൻ, അവിടെ വിട്ടേക്കണം. ബഹളം ഉണ്ടാക്കാനും സ്നേഹം തരുമോ എന്ന് ചോദിച്ചു പോകാനൊന്നും നിൽക്കരുത്. മനസ്സിലായില്ലേ? അത് നമ്മുടെ മക്കളാണെങ്കിലും ശരി, അവരെ നേർവഴിക്ക് നടത്തുക, അത്രേ ഉള്ളൂ. പിന്നെന്താ? തന്നോട് സ്നേഹമില്ലാത്തവരോട് ഉദാസീന ഭാവം നടിക്കുക. നമ്മളോടൊരു സ്നേഹം കാണിക്കാത്ത ആൾക്കാരോട് എന്തിനാ നമ്മൾ കാല് പിടിച്ചു പോകുന്നത്? ചില ഭർത്താക്കന്മാരുണ്ട്, ഞാൻ ഒരുപാട് മഞ്ജരീസിന്റെ ഓഡിയോസ് കേൾക്കുന്നതുകൊണ്ട് പറയാണ്, ഭാര്യയെ നോക്കുക പോലും ചെയ്യില്ല. മക്കളെന്ന് പറയുന്ന ജന്മങ്ങളെ അവരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ഭാവവും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങ് ചവിട്ടി തേച്ച് കളയും. എന്നിട്ട് വേറെ വഴിക്ക് അവരങ്ങ് പോകും, മദ്യത്തിന്റെയും മറ്റു ബന്ധങ്ങളുടെയും പിന്നാലെ. ചില ഭർത്താക്കന്മാരുണ്ട്, കഷ്ടപ്പെട്ട് അങ്ങ് ഗൾഫിൽ കിടന്ന് പറ അവര് ജോലി ചെയ്യും. മണലിൽ കിടന്നിട്ടും കണ്ട മാനേജർമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ തെറിവിളിയും കേട്ട് ഭക്ഷണവും ഇല്ലാണ്ട് പാവങ്ങൾ ഗതി കേട്ട് നാട്ടിലേക്ക് അയക്കുന്ന പൈസ ഈ പെണ്ണുങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത് അങ്ങ് നശിപ്പിച്ച് വേറെ ബന്ധങ്ങളും വെച്ച് ഭർത്താക്കന്മാർക്ക് ഒരു വിലയും കൊടുക്കില്ല. ഇങ്ങനെയുള്ളവരുടെ പിന്നാലെ ദൈവത്തോർത്ത് പോവരുത്. എന്ത് ചെയ്യാന്നറിയോ? സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും കഴിവുള്ളവരാണ്. നിങ്ങളിലൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാദ്യം കണ്ടെത്തുക. ഒന്നുകിൽ നല്ലൊരു ജോലി കണ്ടെത്തുക, ഇല്ലെങ്കിൽ തയ്ക്കാൻ പോവുക.
ഇനി അതും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടോ വല്ല അച്ചാർ ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഉപജീവന മാർഗം കണ്ടെത്തുക. മനസ്സിലായില്ലേ? എന്നിട്ട് സ്വന്തം മക്കളെ, നമ്മളുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന മക്കളെ നമ്മൾ അന്തസ്സായിട്ട് വളർത്തുക. ഒരു ദിവസം ചവിട്ടി താഴ്ത്തവൻ പിന്നാലെ വരും. അത് അവനായാലും ശരി അവളായാലും ശരി, ഒരു ദിവസം വരും. യൗവനം നശിക്കുമ്പോൾ ഈ ഭൂമിക്ക് തന്നെ നമ്മൾ ഭാരമാണ്, അല്ലെ? ഈ ഭൂമിക്ക് തന്നെ നമ്മൾ ഭാരമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ വ്യക്തികൾക്ക് ഭാരമല്ലാതിരിക്കുന്നത്? യൗവനം കണ്ടു വരാൻ കുറെ സ്ത്രീയും കുറെ പുരുഷനും ഉണ്ടാവും. ഇതൊക്കെ കഴിയുന്ന ഒരു കാലം വരുമ്പം കഴുത്തിൽ താലി കെട്ടിയ പെണ്ണും ചേർത്ത് പിടിച്ച ഭർത്താവിന്റെ ഹൃദയമല്ലാത്ത ഒരു ബന്ധങ്ങളും ഈ ലോകത്തുണ്ടാവില്ല. ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല. ജന്മം നൽകിയ മക്കൾ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. എവിടെയും തളരില്ല. ഇന്ന് തന്നെ എഴുന്നേറ്റ് സട കുടഞ്ഞങ്ങ് എഴുന്നേറ്റിട്ട് കണ്ണുനീരൊക്കെ തുടച്ച് വാട്ട് ഈസ് നെക്സ്റ്റ്, നാളെ ഞാൻ എന്ത് ചെയ്യാം, അതേക്കുറിച്ച് ആലോചിക്കണം. അല്ലാതെ ചേട്ടാ ഒന്ന് വിളിക്കൂ, ചേട്ടാ ഒന്ന് മിണ്ടോ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നും പറഞ്ഞ് കൈയും കാലും പിടിച്ച് പോവരുത് ഒരുത്തന്റെയും പിന്നാലെ. മനസ്സിലായില്ലേ? നമ്മളും വേറെ ബന്ധം തേടി പോകരുത്. സ്റ്റേൺ ആയിട്ട് നിൽക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നല്ല വഴിക്ക്, ധർമ്മത്തിന്റെ വഴിയിലേക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇത്രയും സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിട്ട് ഭാര്യമാരെ നമ്മളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം അവളമാരോട്. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ബാങ്കിൽ അവനവന്റെ ശമ്പളം എടുത്തു വെച്ച് മാന്യമായിട്ട് സ്വന്തം ജന്മം നൽകിയ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അല്ലാതെ ഇവളുമാരെ പിന്നാലെ പോവരുത്. നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളം കയ്യിൽ ഭദ്രമാക്കി വെക്കണം. ക്ലിയർ? കരഞ്ഞു പിടിച്ച് കൃഷ്ണ കൃഷ്ണ എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു കൃഷ്ണ, എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു കൃഷ്ണ എന്നും പറഞ്ഞിട്ട് 1980 അല്ലെങ്കിൽ 1970 ശാരദാമ്മയെ പോലെ ഇരിക്കരുത്. കാലം മാറി. ദിസ് ഇസ് 2023. മനസ്സിലായില്ലേ? നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്പേസ് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടെത്തണം. അതാണ് വേണ്ടത്. അല്ലാതെ ആരുടെയും പിന്നാലെ പോവല്ല ചെയ്യേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തന്നോട് സ്നേഹമുള്ളവരോട് നമ്മൾ ഒരിക്കലും, സ്നേഹമില്ലാത്തവരോട് നമ്മളിങ്ങനെ പിന്നാലെ പോവരുതെന്ന്. നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അത് ആരെയും വെറുപ്പിച്ച് അഹങ്കരിച്ച് ആരെയും അനാവശ്യം പറഞ്ഞ് പ്രതികാരം ചെയ്തിട്ടാവരുത്. നമ്മൾ നമ്മളുടെ വഴിക്ക് അങ്ങോട്ട് പോവുക. നമ്മുടെ അച്ഛനെ, നമ്മുടെ അമ്മയെ ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് കരുതി ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കരുത്. അയാളുടെ കഴിവുകേടായിരിക്കാം, പക്ഷെ അതിനുവേണ്ടി അവരുടെ പാരന്റ്സിനെ ഉപേക്ഷിക്കരുത്. ആ രീതിയിൽ എല്ലാ വഴിക്കും ധർമ്മത്തിന്റെ പാതയിലൂടെ ഈ സുദീപ് പ്രഭു പറഞ്ഞ പോലെ തന്റെ ഇടത്തോടു കൂടി ജീവിക്കണം. ഓക്കെ, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പിന്നെ നമ്മള് ബലവാന്മാര്, കുറച്ച് ശക്തിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ വെറുതെ തോണ്ടാനും പിടിക്കാനും പോകരുത്. അവരവരെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ നമ്മളെ വഴിക്ക് പോകും. അവർ പണം കൊണ്ട് ബലം ഉണ്ടാവും, ശരീരം കൊണ്ട് ബലം ഉണ്ടാവും, വിദ്യാഭ്യാസം കൊണ്ട് ബലം ഉണ്ടാവും. അവരെ പോയിട്ട് ഇളക്കി വിട്ടിട്ട് വടി കൊടുത്ത് അടി വാങ്ങാനുള്ള പ്രശ്നത്തിന് നിൽക്കരുത്. നമ്മൾ നമ്മുടെ ലോകത്ത് നമ്മളുടെ ഭഗവാനുമായി നമ്മുടെ കർമ്മം ചെയ്ത് നമ്മുടെ ധർമ്മത്തിലൂടെ ജീവിച്ചു പോവുക. ശത്രുക്കളെ മിത്രങ്ങളായി ഒരിക്കലും കാണരുത്. ഒരു ശത്രുവിനും മിത്രമാവാൻ കഴിയില്ല എന്ന ബോധം തലച്ചോറിൽ വെച്ചോണം. ഞാൻ ഹരേ കൃഷ്ണ ജപിക്കുന്ന ഒരാളാണ്, എന്റെ ഹൃദയം വിശാലമായ പസഫിക് സമുദ്രമാണ് എന്ന് കരുതരുത്. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? ശത്രു ശത്രു തന്നെയാണ്, ഏത് സമയവും നമ്മളെ ചതിയിലാക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ചെറിയ ഹൃദയമുള്ള വ്യക്തികളാണ്. ആ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണെന്ന് ആലോചിക്കുക. എത്ര പ്രിയപ്പെട്ട വ്യക്തികളാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ്. ആ കാരുണ്യം തിരിച്ചറിയാതെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയെ കൊണ്ടുപോയി ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് ഞാൻ വലിയ വലിയ ടൈറ്റാനിക്കിന് വരെ ഒഴുകി നടക്കാൻ പറ്റുന്ന അറ്റ്ലാന്റിക് പസഫിക് സമുദ്രമാണ് എന്റെ ഹൃദയം എന്നുള്ള ഭാവത്തിൽ ചെന്നാൽ ഉറപ്പിച്ചോ പണി കിട്ടും. വെറുതെ എരന്ന് വാങ്ങരുത്. അവസാനം ഗുരുവായൂരപ്പ ഞാൻ കാരുണ്യം കാണിച്ചു ഗുരുവായൂരപ്പ, എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് കാരുണ്യമല്ല ഗുരുവായൂരപ്പ, എട്ടിന്റെ പണിയാണെന്നും പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ നടയിൽ പോയ ഭഗവാൻ പറയില്ല, എന്താ പറയുക, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നല്ല ബുദ്ധിപൂർവ്വം ഞാൻ നിന്നെ ജീവിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി തന്നതാണ്, പിന്നെ നീ എന്തോ ഈ കിടക്കുന്ന വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളയിൽ വെച്ച് ചുമ്മാ വലിയ ആളാവാൻ നടക്കുന്ന ആളാവാൻ ഞാൻ ഇവിടെയുണ്ട്, എന്റെ പണി നീ എടുക്കണ്ട എന്ന് ഗുരുവായൂരപ്പൻ തിരിച്ചു പറയും. മനസ്സിലായല്ലോ? ശത്രുക്കളാണെന്ന് തോന്നിയാ 10 അടി ദൂരെ മാറ്റി നിർത്തുക, വിട്ടേക്കുക. പിന്നെയോ മിത്രങ്ങളെ ശത്രുക്കളായി കരുതരുത്. മിത്രങ്ങൾ എപ്പോഴാ ശത്രുക്കളാവുന്നത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്,
നിങ്ങൾ എന്നെ മാതാജിയായിട്ടൊക്കെ കാണുന്നു. എന്തോ നിങ്ങൾക്ക് എന്നോട് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. ചില സമയങ്ങളിൽ എനിക്കൊരാളുടെ കോള് വരും. ആ കോള് വന്ന, അമ്പിളി നീ എവിടെയാണ്? ഞാനിവിടെ ഉണ്ടടാ. നീ എന്താ അങ്ങനെ വിളിച്ചു? എന്തു പറ്റി? നീ ആ ചെയ്തത് ശരിയാണോ? നീ അതങ്ങനെ പറയാൻ പാടോ? നീ എന്തോ അമ്പിളി ഇങ്ങനെ നീ എന്തിനമ്പിളി ഇങ്ങനെ ചെയ്യണ്? നീ എന്തിനമ്പിളി ഇങ്ങനെ പറഞ്ഞ്? അത് തെറ്റല്ലേ അമ്പിളി? നീ എന്നോട് എന്തിനു പറഞ്ഞ അമ്പിളി? നീ ഇങ്ങനെ ചെയ്യുന്നല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തോ നീ ഇങ്ങനെ കാണിച്ചിരിക്കണം? പിന്നെ കുറച്ചു നേരത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ടാവില്ല, എനിക്ക് ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, എന്റെ എല്ലാം പോയിട്ടുണ്ടാവും. അങ്ങനെ എന്നോട് ആരാ പറയാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം മെസ്സേജ് ഇടും. പിന്നെ ആരും ആ പ്രശ്നത്തിൽ ഇടപെടില്ല. ഞാൻ സ്വയം നിന്നിങ്ങനെ വിങ്ങി വിയർത്ത് എല്ലാം കേട്ട് ഞാൻ ഒരാളെ വിളിക്കും. എടേ എന്തടേ ഇങ്ങനെ പറ്റിപ്പോയിടേ എനിക്ക്, അത് ഞാൻ കുറെ കേട്ടടേ, ഞാൻ എന്തോന്നടേ ചെയ്യാം. ഉടനെ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല. ഉടനെ ആ ആള് പറയും, പൊന്നു മാതാജി എന്നെ വിട്ടേക്ക്, എന്റെ അവസ്ഥയെ ഇത് തന്നെ. ഞാൻ എങ്ങാനും ചില കാര്യങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ എന്നെ കൊല വിളിച്ച് ഞാൻ ഈ 2023 യേശു ക്രിസ്തുവാണ്. മാതാജിക്ക് അറിയാലോ, സമയത്തിന് നിൽക്കണം. സമയം അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മാതാജി. പട്ടാളച്ചിട്ടയാണ് മാതാജി. മാതാജി അനുഭവിച്ചോ? ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട മാതാജി ഫോണിന്റെ അപ്പുറത്താണ്, ഞാൻ ഇവിടെ വീട്ടിലാണ്, എന്റെ കാര്യം പോക്കാണ് എന്ന് പറയും. അപ്പോ ഷീസ് മൈ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. ആരാണ്? മീനൂട്ടി. അപ്പൊ അവൾ അങ്ങനെ പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരിക്കലും ഒരു വിചാരം ഉണ്ടാവരുത്. എന്താണ്? ഹസ്ബൻഡ് ഒന്നും ജീവിതത്തിൽ പറയില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവരുത്, ഞാൻ വലിയ മാതാജിയാണ്, ഞാൻ ക്ലാസ് ഒക്കെ എടുക്കും, ഗുരുവായൂർ മഞ്ജരീസ് ട്രസ്റ്റിന്റെ ചെയർമാനാണ്, അതിലുപരി ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്നോട് ഇവളിങ്ങനെ പറയാൻ കൊള്ളാമോ? ഇവൾ എന്ത് അധികാരത്തിൽ എന്നോട് ഇത് പറഞ്ഞു എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം എന്താ അറിയോ? ഞാൻ പറഞ്ഞതുപോലെ അവൾ എൻ്റെ ആത്മമിത്രമാണ്. ഒരു നല്ല സുഹൃത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും നല്ല സുഹൃത്താണോ അവര് നമ്മളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മിത്രങ്ങളെ ശത്രുക്കളായി കരുതരുത്. അങ്ങനെ കരുതുന്ന വ്യക്തി മൂഢരാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കില്ലേ? വെറുതെ വിടില്ല എൻ്റെ അച്ഛനൊന്നും. നല്ലോണം കിട്ടും, ശരിക്കും കിട്ടും. വേണ്ടി വന്നാൽ വീട്ടിൽ നിന്ന് പുറത്താക്കും അച്ഛൻ. അതെന്തുകൊണ്ടാണ്? നമ്മൾ നല്ല വഴിക്ക് വരണം എന്നൊരാഗ്രഹം അവർക്ക് ഉള്ളിലുള്ളത് കൊണ്ട്. നമ്മുടെ ഭർത്താവ് ചൂണ്ടിക്കാണിക്കില്ലേ? എന്തിന്? സഞ്ചൂട്ടം വരെ ചൂണ്ടിക്കാണിക്കും. മമ്മി എന്ത് കാണിച്ചു? മമ്മി കാണിച്ചത് ശരിയല്ല, അല്ലെ മമ്മി പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മമിത്രങ്ങളെ നമ്മളെ ഭരിക്കാൻ വന്നു, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ പറഞ്ഞു, എന്നേക്കാൾ താഴെയാണ് അവർ, അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിലായതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്ന ചിന്ത പാടില്ല. നമ്മുടെ തെറ്റുകളെ നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ആത്മമിത്രങ്ങൾക്ക് മാത്രമേ നമ്മളുടെ കുറവുകളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ആത്മമിത്രങ്ങളെ ശത്രുക്കളായി കരുതുന്നവർ മൂഢരാണ് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട്, അപമാനിച്ചിട്ട് തന്റെ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മൂഢരാണ്. നമ്മൾ എന്തിനാ ഒരാളെ ദ്രോഹിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തി അവരെ കുറിച്ച് മോശം പറഞ്ഞിട്ട് നമ്മൾ എന്താ നേടാൻ ശ്രമിക്കുന്നത്? അങ്ങനെ നേടിയത് വല്ലതും നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരാളെയും അപമാനിച്ചിട്ട്, ഒരാളെയും ഒറ്റപ്പെടുത്തിയിട്ട്, ഒരാളെയും വേദനിപ്പിച്ചിട്ട് നമ്മൾ ഒന്നും നേടിയെടുക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ അങ്ങനെ കുടിക്കരുത്. അത് നിലനിൽക്കില്ല, നമ്മുടെ ശരീരത്തിന് അത് പിടിക്കില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുത്തിയിട്ടാണോ നമ്മൾ സന്തോഷിക്കേണ്ടത്? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള വ്യക്തികൾ ആരാണ്? മൂഢന്മാരാണെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ആത്മനോ ബലമജ്ഞായ ധർമാർത്ഥ പരിവർജിതം അലഭ്യമിച്ഛൻ നൈഷ്കർമ്യാൻ മൂഢബുദ്ധിരഹി ഹോചിതേ എന്ന് വെച്ചാ, തന്റെ ബലം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാതെ ഓരോ കാര്യത്തിലും പോയി ഇടപെടുന്ന ആൾക്കാരുണ്ട്, അല്ലെ? നമ്മൾ നമ്മളുടെ കഴിവും നമ്മളുടെ ബലവും മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, ഞാനാണ് സൂപ്പർ സുപ്രീം പേഴ്സൺ എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട. നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. എല്ലാവർക്കും എല്ലാ കഴിവും ഈശ്വരൻ കൊടുത്തിട്ടില്ല. എന്നാൽ എല്ലാവരിലും ഓരോരോ കഴിവുകളുണ്ട്.
സ്വയം ഹൃദയത്തിലേക്ക് നോക്കി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഇപ്പോ നിങ്ങൾ വന്നിട്ട് എന്നോട് മാല കെട്ടാൻ പറഞ്ഞാൽ എനിക്ക് മാല കെട്ടാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ നീലമാധവം എന്ന് പറയുന്ന പേജിൽ വരുന്ന മാതാജി അസലായിട്ട് മാല കെട്ടും, ഭംഗിയായിട്ട് കെട്ടും, എനിക്ക് ഫോട്ടോ ഇട്ടിരുന്നുണ്ട്. അപ്പൊ അതേപോലെ മാല കെട്ടാൻ പറഞ്ഞാൽ എനിക്ക് കെട്ടാൻ അറിഞ്ഞുകൂടാ. ഞാൻ പറയുകയും ചെയ്തു, മാതാജി എനിക്ക് കെട്ടാൻ അറിയില്ല. ഞാൻ മാല ഭഗവാന് വേറൊരാൾ കെട്ടുന്നതാണ്, ഹാരം വാങ്ങിയിടുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം, അല്ലെ? അപ്പൊ എന്റെ ബലം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാതെ എല്ലാ കാര്യത്തിലും പോയിട്ട് തലവെക്കുന്ന ചില ആൾക്കാരുണ്ട്. ധർമാർത്ഥങ്ങളെ വർജിച്ച് അലഭ്യമായ കാര്യങ്ങൾ പ്രയത്നം കൂടാതെ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവനും മൂഢനാണ്. ധർമ്മങ്ങൾ മനസ്സിലാക്കാതെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും മൂഢനാണ്. ദുഷ്ടന്മാരെ ഭജിക്കുകയും ശിഷ്ടന്മാരെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്രയും വലിയ മൂഢനാണ്. നമ്മള് കുറച്ച് ബുദ്ധി, നമ്മുടെ തലയ്ക്കകത്തൊരു അല്പം ആൾതാമസം ഉണ്ടെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കണം, അല്ലെ? എപ്പോഴും രണ്ട് ഭാഗവും കേട്ടിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ. ഒരു ഭാഗം മാത്രം കേട്ട് തീരുമാനം എടുക്കരുത്. ചില വ്യക്തികളുണ്ട്, ദുഷ്ടന്മാരെ ഈശ്വരനെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനാണ് ഈശ്വരൻ. അവര് ദുഷ്ടരാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ, അല്ലെ? ദുഷ്ടന്മാരെ അങ്ങോട്ട് ഈശ്വരന് തുല്യം ഭജിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ആരാ? എന്നിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് നിന്ദിച്ചു കളയും, ഒന്നുമില്ല, ചവറ്റുകൊട്ടിൽ അങ്ങ് ഇട്ട് കളയും. അങ്ങനെയുള്ള വ്യക്തികൾ എത്രയോ വലിയ മൂഢന്മാരാണെന്ന് പറയാം. തീർച്ചയായിട്ടും ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരും ഈ ലോകത്തുണ്ട്. നല്ല രീതിക്ക് മുമ്പിൽ വന്ന് ഈന്ന് പറഞ്ഞ് ചിരിക്കുന്ന അണപ്പല്ലോണം അരച്ചു തീർക്കും. എന്തിനാ ഇത്? ആരെടുത്തും പോയി ചിരിക്കാനും നിൽക്കണ്ട, അണപ്പല്ലോണ്ടുള്ള ആരെ മേടിക്കാനും നിൽക്കണ്ട, സ്വന്തം കാര്യം നോക്കി നിന്നാ പോരെ. അങ്ങനെ പറയുകയാണെങ്കിലേ അതിന് മുൻപന്തിയിലാ ഞാൻ. നല്ല തേപ്പ് കിട്ടിയ ആളാ, നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഹരേ കൃഷ്ണ. ജോക്കെല്ലാം സത്യമാണ്. അപ്പൊ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മള് ആരെടുത്തും പോയിട്ട് വഞ്ചിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആരെടുത്തും പോയിട്ട് ഒരു തരത്തിലും വഞ്ചിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് ആവുന്ന ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യാം. ഇത്രയും മതി. അധ്വാനിച്ച് ജീവിക്കുക. ഇഷ്ടം തരാത്തവരുടെ പിന്നാലെ ഇഷ്ടം തരുമോ എന്ന് വെച്ചുകൊണ്ട് പിന്നാലെ നടക്കാതിരിക്കുക. ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പഠിക്കുക. ഇതിലും നല്ല കോട്ട്സ് എവിടെയും കിട്ടാനില്ല കേട്ടോ, മഹാഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. സമ്പന്നമാകും വണ്ണം തനിക്ക് ഭുജിക്കേണം, ശുഭമന്ദിരംഗത്തിൽ വാസവും ചെയ്തിടണം. തന്നെ പുത്രമിത്രകളത്ര ഭൃത്യാദികൾ കൊന്നുമേ പൊറുതിക്ക് കൊടുക്കയില്ല താനും. അങ്ങനെയുള്ള നരൻ തന്നോളം ദുഷ്ടനായി തെങ്ങുമേ നിരൂപിച്ചാലും അറിഞ്ഞെല്ലാലും. എന്താ അത്? ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെയും മൂഢന്മാരെയും തിരിച്ചറിഞ്ഞ് പെരുമാറാത്തതാണ് ഈ വിഷമങ്ങളെല്ലാം വരാൻ കാരണം. എന്താണെന്നറിയോ? സമ്പന്നമാവുന്ന രീതിയിൽ നമുക്ക് തിന്നുകൊണ്ടിരിക്കണം. വയറ് മുട്ടിയത് ഇവിടം വരെ എത്തിയാലും ഹാ 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 എന്ന് പറഞ്ഞ് തിന്നുകൊണ്ടിരിക്കണം. ഭക്ഷണത്തിന്റെ കാര്യമില്ല കേട്ടോ പറഞ്ഞത്, സമ്പത്തിന്റെ കാര്യമാണ്. എത്ര കിട്ടിയാലും വീണ്ടും വേണം, വീണ്ടും വേണം. ഒരുമാതിരി എന്താ പറയാ, കോടാലിയുടെ സ്വഭാവമാണ്. കൊത്തി 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 എല്ലാം മുന്നിലേക്ക്. കോടാലി വെച്ച് കൊത്തുമ്പോൾ എല്ലാം നമ്മളിലേക്ക് വരിക മണ്ണ്. ഒന്നും കോടാലി കൊണ്ട് അങ്ങോട്ട് പോവില്ലല്ലോ. എത്ര കാശ് കിട്ടിയാലും കാശ് വേണം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ശുഭമന്ദിരംഗത്തിൽ വാസവും ചെയ്തിടണം. വലിയ വലിയ സംഭവമായ കൊട്ടാരത്തിൽ ജീവിക്കണം. എല്ലാം എനിക്ക് വേണം, വലിയ കൊട്ടാരത്തിൽ ജീവിക്കണം. തന്നെ പുത്രമിത്രകൾ അത്ര ഭൃത്യാദികൾ, നമ്മുടെ മക്കളാവട്ടെ, കൂട്ടുകാരാവട്ടെ, നമ്മുടെ ജോലിക്കാരാവട്ടെ, അവർക്കൊന്നും ജീവിക്കാൻ പോലും 10 രൂപ കൊടുക്കില്ല. അങ്ങനെയുള്ള നരൻ തന്നോളം ദുഷ്ടനായിട്ട്, അയാളാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ കൂടെ പോവരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും പോവരുത്. പിന്നെന്താ പറയുന്നത്? ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെയും മൂഢന്മാരെയും തിരിച്ചറിഞ്ഞ് പെരുമാറാത്ത വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വിഷമം വരുന്നത്. ഇവിടെ ധൃതരാഷ്ട്രർക്ക് പറ്റിയിരിക്കുന്നത് അതാണ്. വിതുരർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ. രാജാവേ, ഭവാന് ഒന്നല്ലാതെ രണ്ടില്ല. ഭവാന് പാണ്ഡവന്മാരും കൗരവന്മാരും ഒരുപോലെ അല്ല. ശരിയല്ലേ? ഭവാന് പാണ്ഡവന്മാരും കൗരവന്മാരും ഒരുപോലെയല്ല. ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. ഭവാൻ സത്യത്തെ മറക്കരുത്. സത്യം സമുദ്രത്തിൽ തോണി പോലെ മനുഷ്യനെ ആപത്തിൽ നിന്ന് കയറ്റിവിടും. സത്യമാണ്. സത്യം
എന്താണ് കാണാൻ പ്രിയ മാതാജി? സത്യം തോണി പോലെയാണ്, കയറ്റിവിടും. എന്നാൽ തോണിയിൽ കുറേ ആൾക്കാർ കയറി തോണിക്ക് അങ്ങ് ഒട്ടും പറ്റാതെ വരുമ്പോൾ എന്തായിപ്പോവും? തോണി അങ്ങ് മറിഞ്ഞു പോവും. അതുകൊണ്ട് ഓവർ സത്യവാന്മാരായി ജീവിക്കണ്ട. മറച്ചു വെക്കേണ്ട സത്യങ്ങൾ മറച്ചു തന്നെ വെക്കണം. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാലും നമുക്ക് പണിയാണ്. അതുകൊണ്ട് എന്താ, മിണ്ടാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ എവിടെയും പറയാൻ പോകരുത്. എന്നാൽ സത്യത്തിന്റെ പാതയിൽ നടക്കും വേണം. സത്യം സ്വർഗത്തിലേക്കുള്ള സോപാനമാണ്. സത്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് ഗുരുവായൂരപ്പന്റെ അടുത്തേക്കുള്ള വഴി. സത്യം പോലെ വിശിഷ്ടമാണ് ക്ഷമയും. വേണ്ടേ? വളരെയധികം വേണം. എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട അടിച്ച് ഷേപ്പ് മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് മാറിപ്പോവും, ഇരുട്ടടി കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ക്ഷമ. അത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കലിതുള്ളി എന്താ പറയാ, കൈലാസനാഥനെ പോലെ വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ വന്ന് നോക്ക് മനുഷ്യ, ചാവട്ടി കൂട്ടിക്കളയെന്ന് പറഞ്ഞാൽ തീർന്നു. അവസാനം ചില സിനിമയിൽ കാണുന്നത് പോലെ ഇടി കിട്ടി മൂലക്കൽ ഇരിക്കേണ്ടി വരും, എഴുന്നേക്കാൻ പോലും പറ്റാണ്ട്. ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു ചുവപ്പ്, ഇവിടെ ഒരു ചുവപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയം മിണ്ടാതെ ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും. ചില ഭർത്താക്കന്മാര് വരുമ്പോഴേക്കും ഭാര്യമാർ അതിനേക്കാൾ വലിയ എന്താ പറയാ ഭദ്രകാളികളായി തുള്ളുകയാണെങ്കിൽ കഴിഞ്ഞു. പിന്നെ എടുക്കാനുണ്ടാവില്ല, ചരമകോളത്തിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. ക്ഷമ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഭർത്താക്കന്മാർക്കല്ല, തിരിച്ച് ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർക്കും കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരും മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കണം. ഇല്ലെങ്കിലേ ഭാര്യമാരാണ് ആൾക്കാർ തീർത്ത് കളയവര്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? മിണ്ടണ്ട. നമ്മൾ ക്ഷമ പാലിക്കേണ്ട സമയത്ത് പരമാവധി അങ്ങ് ക്ഷമ പാലിക്കുക. ക്ഷമയെ വിജയിക്കൂ. അയാൾ ഇന്നിങ്ങോട്ട് വരട്ടെ, അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് 10 ഇന്ന് അയാൾ എന്റെ വായന നല്ലത് കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരില്ല. ടു ബി സീരിയസ്ലി ഞാൻ പറയുന്നു, ഒരിക്കലും പ്രശ്നം തീരില്ല. കുടുംബ പ്രശ്നമാണെങ്കിലും ശരി, സൗഹൃദ പ്രശ്നങ്ങളാണെങ്കിലും ശരി. നിങ്ങൾക്കറിയാം, ഈ മീനു മാതാജി ചില നേരം എന്നെ അങ്ങ് കൊന്ന് വധിച്ചു കളയും. ഞാൻ സൈലന്റ് ആയിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ലവ് സിമ്പിൾ ഇടും, പോട്ടടി സുന്ദരി ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട്. അതവിടെ തീർന്നു. ചില സമയത്ത് ഞാൻ അവളെ നന്നായിട്ട് വഴക്ക് പറയും, മിണ്ടാതെ ഇരിക്കും കേട്ടിട്ട്. ഇച്ചിരി കഴിയുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നും. ഷോ പാവം, ഞാൻ അതിനത്രയും പറയണ്ടായിരുന്നു. ഞാൻ പറയും, ചക്കരെ പോട്ടടി മോളെ, ക്ഷമിച്ച് കളയടി, നിന്റെ ചേച്ചിയല്ലേടി പറഞ്ഞത്. അതിനെനിക്ക് വേറെ കിട്ടും. അവിടെ ചെന്ന് അവള് റൂമിലിട്ട് എന്നെ ഇരുട്ടടി അടിക്കും, അത് വേറെ കാര്യം. എന്നാൽ കൂടിയും ക്ഷമ ഏത് ബന്ധത്തെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലേ, കഴിഞ്ഞു. ക്ഷമയാണ് ഏത് ബന്ധത്തിലും നമുക്ക് വളരെ അനിവാര്യമായിട്ട് വേണ്ടത്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളുടെ കാര്യത്തിലും ക്ഷമിക്കണം. ചില ജീവിതങ്ങളില് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടവരുണ്ടാവും. ക്ഷമ മാത്രമേ ജയിക്കൂ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടാവും ചില ജീവിതത്തില്. ചില ഭർത്താക്കന്മാരോട് ക്ഷമിച്ച് വർഷങ്ങളോളം ക്ഷമിക്കുന്ന ഭാര്യമാരുണ്ട്, അല്ലെ? ചില മക്കള് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അച്ഛനമ്മമാർ നിസ്സഹായതയോടുകൂടി ക്ഷമിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ തോൽക്കില്ല. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, നിങ്ങൾ തോൽക്കില്ല, നിങ്ങൾ ജയിക്കുകയുള്ളൂ. നിങ്ങളുടെ ക്ഷമ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ആ ഭഗവാനെ നിങ്ങൾ കൈവിടരുത്. നിങ്ങളെ ഭഗവാൻ ജയിപ്പിക്കും. പിന്നെന്താ പറയുന്നത്? അതായത് സത്യം പോലെ തന്നെ വിശിഷ്ടമാണ് ക്ഷമ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ചില വ്യക്തികൾ നമ്മളെ അങ്ങ് എന്താ പറയാ അരച്ച് തേച്ച് ഒട്ടിച്ച് കളയാറുണ്ട്. പക്ഷെ നമ്മൾ അവരെ തെറി വിളിക്കാനും ചീത്ത പറയാനും ബഹളം ഉണ്ടാക്കാനും പോകാറില്ല. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ മതി. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ അവരോട് കയർക്കാനും ബഹളം ഉണ്ടാക്കാനും ഒന്നും പോണ്ട. അവരെന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും വാചാലരാവും. അതുകൊണ്ട് അങ്ങനെ ആവൂ. എന്നെ പട്ടീന്ന് വിളിച്ചെന്ന് ഓർത്ത് ഞാൻ പട്ടിയാവൂ? ആലോചിച്ച് നോക്കൂ. എന്നെ പുലിന്ന് വിളിച്ചിട്ട് ഞാൻ പുലിയാവൂ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മളെ തിരിച്ചറിയാം. ആ വ്യക്തികളെ ആരെ എങ്ങനെ പറയാം? സാക്ഷാൽ ഭഗവാനെ പറഞ്ഞാലും ഭഗവാൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിന് മൊത്തം അറിയാം, ഭഗവാനും അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മൾ മിണ്ടാതിരിക്കുക. ഓക്കെ. ക്ഷമാശീലനെ ചിലർ അശക്തൻ എന്ന് കരുതും.
ക്ഷമിച്ചിരിക്കുന്ന സമയത്ത് ആൾക്കാരെ വിചാരിക്കും ഒരു കഴിവ് കേട്ടവൻ എന്തോരം പറഞ്ഞാൽ അവൻ മിണ്ടാതിരിക്കും എന്നാണ് ആളുകൾ ചിന്തിക്കുക. അതിൽ അവന് ദോഷമൊന്നും വരില്ല. അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തിട്ട് നമുക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും ദോഷം വരുമോ? നെവർ. ക്ഷമാഗുണോഹ്യ ശക്തനാം ശക്താനാം ഭൂഷണം ക്ഷമ. ക്ഷമയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ വ്യക്തിയെ ശക്തനാക്കുകയാണ്. ക്ഷമിക്കുന്നവൻ ശക്തനാണ്. ശക്താനാം ഭൂഷണം ക്ഷമ. ശക്തിയുള്ളവന്റെ ആഭരണമാണ് ക്ഷമ. അല്ലെ? ക്ഷമയുള്ളവൻ ശക്തനും ശക്തിയുള്ളവന്റെ ആഭരണവുമാണ് ക്ഷമ. അതാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷമാ വശീകൃതിർ ലോകേ ക്ഷമയാ കിംന സാധ്യതേ. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശക്തർക്ക് ഗുണമാണ്. ശക്തിയില്ലാത്തവന് ഗുണമാണ് ക്ഷമ. ശക്തർക്ക് ആഭരണമാണ് ക്ഷമ. ലോകത്തെ മുഴുവൻ വശീകരിക്കാൻ ക്ഷമയ്ക്ക് സാധിക്കും, ഇല്ലേ? ലോകത്തിനെ മുഴുവൻ ഉള്ളം കയ്യിൽ കൊണ്ടുവരാൻ ക്ഷമ എന്ന് പറയുന്ന 2 വാക്കിന് സാധിക്കും. ക്ഷമ കൊണ്ട് സാധിക്കാത്തത് എന്താണുള്ളത് എന്നാണ് മഹാഭാരതത്തിൽ ചോദിക്കുന്നത്. ക്ഷമ കൊണ്ട് എന്താ സാധിക്കാൻ പറ്റാത്തത്? എല്ലാം സാധിക്കാൻ പറ്റും. ഉറപ്പായിട്ടും സാധിക്കാൻ പറ്റും. അതുകൊണ്ട് രാജാവേ, ഇനി അങ്ങ് ചെയ്യേണ്ടത് എന്താണെങ്കിൽ എന്ന് പറയാം. ഇനി എന്താ ധൃതരാഷ്ട്ര മഹാരാജാവേ ചെയ്യേണ്ടത്? ഏകയാഥോ വിനിശ്ചത്യ ത്രിംചതുർവിവർഷേ ഗുരു പഞ്ചജിത്വാ വിധിത്വാ ഷഡ് സപ്തഹിത്വാ സുഖീ ഭവ. ഒന്നുകൊണ്ടറിയണം 2ന്റെ ബലാബലം, പിന്നെ 3നെ 4 വശത്തു വരുത്തേണം. 5നെ ജയിച്ചുള്ളാൽ 6നെ എറിഞ്ഞിട്ടു വഞ്ചനാദികളെല്ലാം വെടിഞ്ഞു വഴി പോലെ. 7നെ ഉപേക്ഷിച്ചു സൗഖ്യത്തെ വരുത്തണം. ആഹാ, എത്ര മനോഹരമായ കവിത! എന്താ പറയുന്നത്? അതായത് ബുദ്ധി കൊണ്ട് കാര്യകാര്യങ്ങളുടെ എല്ലാം, നിത്യനിത്യാർത്ഥങ്ങളുടെ എല്ലാം ഫലാബലം അറിയണം. ബുദ്ധി കൊണ്ട് വേണം ജീവിക്കാൻ. എന്താ പറയാ, വൈകാരികമായി ജീവിക്കരുത്, വിവേകപരമായി ജീവിക്കണം. വൈകാരികമായിട്ടുള്ള എടുത്തുചാട്ടം പടുകുഴിയിലേക്കേ വീഴത്തുള്ളൂ. വിവേകപരമായി എടുത്തുചാടിയാൽ എന്താ സംഭവിക്കുക? നന്നായിട്ട് പോകാൻ പറ്റും. ഒരു സൂചി കയ്യിലുണ്ട്, എനിക്കിപ്പൊ കോർക്കണം എന്നും പറഞ്ഞോണ്ട് കോർക്കാൻ നിൽക്കുകയാണെങ്കിൽ സൂചി കയ്യിൽ തന്നെ കൊള്ളും, ചോര വരും. സൂചി കയ്യിൽ പിടിച്ചിട്ട് ക്ഷമയോടെ കോർക്കുകയാണെങ്കിൽ നൂല് കോർത്ത് കിട്ടും, ഇല്ലേ? ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനസ്സിലായോ? ക്ഷമയോടെ സൂചിയുടെ ഹോളിലൂടെ നൂലിട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കാം. ഇപ്പം കോർക്കണേന്നും പറഞ്ഞുകൊണ്ട് വെപ്രാളം പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യെ കൊള്ളും, കൈമുറിയും. ക്ലിയർ? അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയോ? ക്ഷമയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. വൈകാരികമായിട്ട് കൊണ്ടുപോകരുത്, വിവേകപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ സമാനദാന ഭേദദണ്ഡങ്ങളാകുന്ന 4 എണ്ണം കൊണ്ട് ശത്രു, മിത്രം, ഉദാസീനൻ, ഇവരെ 3 പേരെയും വശത്ത് കൊണ്ടുവരണം. ശത്രുവിനെ കാണുമ്പോ ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നും വേണ്ട. ശത്രുവിനെ കാണുമ്പോ ഞാൻ കീഴടങ്ങി, അത് മതി. എന്നിട്ട് വശത്ത് കൂടെ. അപ്പൊ ശത്രു ആയിരിക്കും, അവനെന്നെ പേടിയുണ്ട്. അപ്പൊ പയ്യെ ശത്രു നമ്മളുടെ ഇതിൽ ഒതുങ്ങി നിന്നോളും. ആക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ബഹളം വയ്ക്കാൻ പോവാണെങ്കിൽ ശത്രു നമുക്ക് അതിനേക്കാൾ വലിയ പണിയുണ്ട്. പിന്നെയോ മിത്രം, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും നമ്മുടെ ഉള്ളം കയ്യിൽ പിടിക്കണം. അപ്പൊ നമുക്ക് എല്ലാവരും ഉണ്ടാവും. ഉദാസീനൻ, ഒരു മടിയനാണെങ്കിൽ പോട്ടാ, നമുക്കത് പിന്നെ ചെയ്യാം, നീ വാ നമുക്കന്ന് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള 3 പേരെയും, ശത്രു, മിത്രം, ഉദാസീനർ, ഈ 3 പേരെയും നമ്മൾ നമ്മുടെ വശത്ത് കൊണ്ടുവരണം. ദമം, ഉപരതി, തിദിക്ഷ, ഈ 4 എണ്ണവും പരിശീലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാമക്രോധ ലോഭങ്ങളെ നമ്മൾ ജയിക്കണം. കാമവും വേണ്ട, ക്രോധവും വേണ്ട. മനസ്സിലായില്ലേ? കാമവും വേണ്ട, ക്രോധവും വേണ്ട. നമ്മൾ ജയിക്കണം. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിലിടണം. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം അതിനു വേണ്ടി നമ്മൾ ജീവിക്കരുത്. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. പിന്നെയോ
5 ഇന്ദ്രിയങ്ങളെയും ജയിച്ച് രാജനീതിയുള്ള സന്ധി വിഗ്രഹനായസനായിരിക്കുന്ന ദ്വൈതി ഭാവങ്ങളെ സമാശ്രയങ്ങളാക്കുന്ന 6നെയും നമ്മൾ അറിയണം. നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് സത്യം, നീതി, ന്യായം അങ്ങനെയുള്ള ദൈവികമായിരിക്കുന്ന എല്ലാ ആശ്രയങ്ങളിലും നമ്മൾ ജീവിക്കണം. നമ്മൾ പിന്നെന്താ ചെയ്യേണ്ടത്? പഞ്ചേന്ദ്രിയ ജയം സാധിച്ചിട്ട് ശുൽപിപാസികളും ശോകമോഹങ്ങളും ജരാമൃത്തികളുമാകുന്ന 6ന്റെയും തത്വത്തെ അറിഞ്ഞുകൊണ്ട് നമ്മള് പഞ്ചേന്ദ്രിയ ജയം സാധിക്കണം. ആദ്യം തന്നെ അമിത സുഖമാപത്താണ്. കുറേ നേരം കിടന്നുറങ്ങുക, രുചികരമായ ഭക്ഷണമേ കഴിക്കൂ, ഇന്നത് കിട്ടിയാലേ കഴിക്കൂ, തണുപ്പുണ്ടെങ്കിലേ ഉറങ്ങൂ, നല്ല സ്മെല്ലുള്ളിടത്തേ നിൽക്കൂ. ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം പകരരുത്. ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കണം. ഏത് അവസ്ഥയിലും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഏത് സാഹചര്യത്തിലും ജീവിക്കണം. ചില പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, എന്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ല ചെയ്യാറ്. അമ്മായിയമ്മയോട് പറയുന്നതാണ്. എന്റെ അച്ഛനും എന്റെ സഹോദരനും എന്നെ ഇങ്ങനെയാണ് നോക്കിയത്, ഈ മനുഷ്യന്റെ കൂടെ വന്ന ജീവിതം മൊത്തം പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ ഹൃദയത്തിൽ എത്ര വേദനിക്കും. അത് പറയാൻ പാടുണ്ടോ? നമ്മള് പാടില്ല. ഒരു പെണ്ണുങ്ങളും അങ്ങനെ പറയരുത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ അച്ഛന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് വളരെ കുറച്ച് കാലങ്ങളാണ്. നമ്മുടെ സഹോദരന് അവന്റെ ജീവിതത്തിൽ ഒരു ഭാര്യ വരുന്നത് വരെ മാത്രമേ സഹോദരിക്ക് സ്ഥാനമുള്ളൂ. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ ഭർത്താവിന്റെ പേരിലാണ്, നമ്മളുടെ മക്കളുടെ അമ്മ എന്ന പേരിലാണ്. ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന ആളുടെ ഭാര്യ എന്നാണ് അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അഡ്രസ്സാണ് നമ്മുടെ അഡ്രസ്. അത് മനസ്സിലാക്കണം. എപ്പോഴും ഈ കമ്പാരിസൺ വേണ്ട ജീവിതത്തിൽ. എന്റെ വീട് ഭർത്താവിന്റെ വീട് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. രണ്ടും നമ്മുടെ വീടാണ്. ചില ഭർത്താക്കന്മാരുണ്ട്, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയായിരുന്നു, എന്റെ അമ്മ എന്നെ ഇങ്ങനെയായിരുന്നു നോക്കിയത്, എന്റെ പെങ്ങളൊന്നും ഇങ്ങനെയല്ല, നിന്നെപ്പോലെയല്ല എന്റെ പെങ്ങൾ, അവളെ കെട്ടിച്ച വീട്ടിൽ അവൾ അന്തസ്സായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിരന്തരം ഭാര്യമാരെ കുറ്റപ്പെടുത്തും. മോശമാണത്. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല, നിങ്ങളുടെ പെങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. അവരെ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പുരുഷത്വത്തിന്റെ പൂർണ്ണത വരുത്താൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. 18 വയസ്സ് കഴിയുന്ന ഒരു മകന് എന്ത് സാഹചര്യമാണെങ്കിലും ശരി, മെന്റലി ഡിസേബിൾഡ് ഒക്കെ ആകുമ്പോൾ ഓക്കെ, അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരമ്മയ്ക്കും ഒരു സഹോദരിക്കും പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു മകനെ ഒരു തരത്തിലും ഒന്ന് വയ്യാതെ കിടന്നാൽ പൂർണ്ണമായി തേച്ച് കുളിപ്പിച്ച് തരാൻ കഴിയില്ല. പക്ഷെ അതൊരു ഭാര്യയ്ക്ക് സാധിക്കും. അതാദ്യം ചിന്തിക്കണം. ഒരു ഭാര്യയെ കൊണ്ട് സാധിക്കും. ഒരു മനുഷ്യന് എപ്പോഴാണ് ഒരു സാഹചര്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അറക്കുന്ന വെറുക്കുന്ന വാക്കുകൾ ഒരു പുരുഷന്റെ നാവിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ നേർക്ക് വരാൻ പാടില്ല. അവളാണ് നിങ്ങളെ പുരുഷൻ എന്ന് പറയുന്ന 4 അക്ഷരത്തിന് അർത്ഥമുണ്ടാക്കി തന്നത്. അതാദ്യം ചിന്തിക്കണം. ഫസ്റ്റ് അത് ചിന്തിക്കണം. എന്നിലെ പുരുഷത്വം പൂർണ്ണതയാക്കി തന്ന എന്റെ ഭാര്യയാണ്. സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്തവന്, കൂടെ പിറന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഒരിക്കലും ജീവിതത്തിന്റെ പകുതിയിൽ കയറി വരുന്ന ഭാര്യയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഉൾക്കൊള്ളാത്ത ഒരുവൻ പുരുഷനല്ല. ആദ്യം ഓർത്തോളൂ, ഒരു പുരുഷത്വം എന്ന് പറഞ്ഞാൽ അമ്മയെ, സഹോദരിയെ, ഭാര്യയെ, മകളെ സംരക്ഷിക്കുന്നവനാണ്, വേദനിപ്പിക്കുന്നവനല്ല പുരുഷൻ. ചേർത്ത് നിർത്തുന്നവനാണ് പുരുഷൻ. ഒരു പുരുഷനിലെ പൂർണ്ണത തിരിച്ചറിഞ്ഞ് അവനെ സംരക്ഷിച്ച് അവന്റെ സുഖ ദുഃഖങ്ങളിൽ ഒരുപോലെ നിൽക്കുന്നവളാണ് ഒരു ഭാര്യ. അവനെ കുറ്റപ്പെടുത്തുന്നവളും ഒറ്റപ്പെടുത്തുന്നവളും അവന്റെ വീടിനെ തരം താഴ്ത്തി കാണുന്നവളും അല്ല ഭാര്യ എന്ന് പറയുന്നത്. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഭാര്യ ഒരിക്കലും ആ സ്ത്രീ സ്വന്തം അമ്മയെ സ്നേഹിക്കില്ല. സ്വന്തം സഹോദരന്റെ ഭാര്യയെ, വീട്ടിലേക്ക് വന്നു കയറിയ സഹോദരന്റെ ഭാര്യയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ത്രീ
ഒരിക്കലും സ്ത്രീയല്ല. ഒരിക്കലും സ്ത്രീവർഗത്തിന് ചേരില്ല. നമ്മളോട് അവർ പലതും കാണിച്ചിട്ടുണ്ടാവും, നമ്മൾ തിരിച്ചു കാണിക്കരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ മൂല്യമുണ്ട്, അത് മനസ്സിലാക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ കുടുംബത്തെ ഒരിക്കലും ഒന്നിന്റെ പേരിലും നമ്മൾ അകറ്റി നിർത്തരുത്, ചേർത്ത് പിടിക്കണം. അകറ്റി നിർത്താൻ എല്ലാരെ കൊണ്ടും പറ്റും, ചേർത്തി നിർത്താൻ ആരെ കൊണ്ടും പറ്റില്ല. ചേർത്തി നിർത്തുന്നവനാണ് വിജയി. ആ ചേർത്തി നിർത്തുന്നവന്റെ ആയുധമാണ് ക്ഷമ. മനസ്സിലായില്ലേ? ചേർത്ത് പിടിക്കുന്നവന്റെ ആയുധമാണ് ക്ഷമ. ക്ഷമയാണ് ഗുരുവായൂരപ്പനിലേക്കുള്ള വഴി. വലിയ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം അച്ഛനെ, സ്വന്തം അമ്മയെ, സ്വന്തം ഭർത്താവിനെ, ഭർത്താവിന്റെ അമ്മയെ, ഭർത്താവിന്റെ അച്ഛനെ, ഭർത്താവിന്റെ സഹോദരങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിട്ട് വലിയ ഭക്തനാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല, എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. പിന്നെന്താ പറയുന്നത്? ആറിന്റെയും തത്വത്തെ അറിഞ്ഞ് വഞ്ചന, കൗടില്യം മുതലായവയെ ഉപേക്ഷിക്കണം. ആരെയും വഞ്ചിക്കാൻ പാടില്ല. നമ്മള് കുടില മനോഭാവം പാടില്ല. പിന്നിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കുറിച്ച് പറഞ്ഞ അവരെ അങ്ങനെ ചതിയിലാക്കണം, ഇവരെ ഇങ്ങനെ ചതിയിലാക്കണം, അങ്ങനെ കുടില മനോഭാവം പാടില്ല. നമുക്ക് തെറ്റാണ്. നേരെ വാ നേരെ പോ. പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി വ്യക്തമായ ഭാഷയിൽ കൃത്യമായിട്ട് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയണം. അല്ലാതെ പറയുന്നത് ശരിയല്ല, പറയാൻ പാടില്ല. പിന്നെ രാജാക്കന്മാർക്ക് വർജ്യങ്ങളായിരിക്കുന്ന സ്ത്രീ, ചൂതുകളി, നായാട്ട്, മദ്യപാനം, പരുഷമായിരിക്കുന്ന വാക്കുകൾ, കടുത്ത ശിക്ഷ, പരദൂഷണം എന്നുള്ള 7 കാര്യങ്ങളെയും ഉപേക്ഷിച്ച് സുഖമായി, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെയും മനോബുദ്ധികളാകുന്ന 7ന്റെയും അപ്പുറവും പോയിട്ട് പരമസുഖമായി ജീവിക്കാനാണ് പറയുന്നത്. അത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള പൊളിറ്റീഷ്യൻസ്. അപ്പൊ എന്താ പറയുന്നത്? അവര് സ്ത്രീ, ചൂതുകളി, നായാട്ട്, മദ്യപാനം, ഭയങ്കര വിഷമിപ്പിക്കുന്ന വാക്കുകൾ, കടുത്ത ശിക്ഷ നൽകുക, അല്ലെങ്കിൽ പരദൂഷണം പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ മേലധികാരികളായിരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥാനത്തേക്കാൾ വലിപ്പമുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക്, അല്ലെ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ ആ ഇരിക്കുന്ന ഞാൻ കുടുംബനാഥനാണ് എന്നും പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് ആ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത്. നമ്മളൊരു കുടുംബത്തിലെ മൂത്ത കുട്ടിയാണെങ്കിൽ ഞാനല്ലേ മുതിർന്നത്, എന്നോടല്ലേ ഇങ്ങനെ പെരുമാറേണ്ടത് എന്നല്ല ചിന്തിക്കേണ്ടത്. ഇറങ്ങി വന്ന് സഹോദരങ്ങളോട് പെരുമാറുക. എത്രയോ പേര് മെസ്സേജ് ഇട്ടിട്ട് എന്തെല്ലാം വിഷമങ്ങൾ പറയുന്നു, നമ്മൾ അതെല്ലാം കേൾക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കുകയാണ്. ആ സ്ഥാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ആ വ്യക്തികളെ കൊണ്ടാണ്. അപ്പൊ ആ വ്യക്തികളാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അവരെയാണ് നമ്മൾ കേൾക്കേണ്ടത്, അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. നിസ്സാരം തെറ്റുകുറ്റങ്ങൾക്ക് അവരെ അങ്ങ് എടുത്ത് ബാസ്ക്കറ്റിലിടുന്നത് ശരിയല്ല. തെറ്റുകൾ സംഭവിക്കാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും തെറ്റ് സംഭവിക്കും, അല്ലെ? ഗുരുവായൂരപ്പന് മാത്രമേ തെറ്റ് പറ്റാതില്ലൂ, ബാക്കി എല്ലാവർക്കും, ദേവന്മാർക്ക് പോലും തെറ്റുപറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സ്ഥാനത്തിന്റെ അധികാര മോഹമല്ല നമ്മൾ കാണിക്കേണ്ടത്, ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഭവ്യതയാണ് കാണിക്കേണ്ടത്. ക്ലിയർ? ത്രിവിധം നരകസ്യേത്യം ദ്വാരം നാശനമാത്മനാ കാമ ക്രോധാസ്ഥാലോഭസ്ത സമത്തദേത്രയം ത്യജേത് എന്നാണ്. എന്ന് വെച്ചാൽ ആത്മനാശകമായിരിക്കുന്ന നരകത്തിലേക്കുള്ള 3 വഴികളാണ് കാമവും ക്രോധവും ലോഭവും. നമ്മൾ നമ്മളെ തന്നെ സ്വയം നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള നരകത്തിലേക്കുള്ള 3 വഴികളുണ്ട്. എന്താണ്? കാമം, ക്രോധം, ലോഭം. കാമം മൂത്തവൻ കാമം കൊണ്ട് തന്നെ നശിക്കും. വാളെടുത്തവൻ വാളാൽ, എടുവാള് വെട്ടുനാലെന്ന് പറഞ്ഞ് വാളെടുത്ത് ദേഷ്യപ്പെട്ട് വരുന്നവൻ വാള് കൊണ്ട് തന്നെ നശിക്കും. ലോഭം, അമിത ആസക്തി, എനിക്ക് എനിക്ക് എനിക്ക്, അവസാനം നശിക്കും. നമ്മളെല്ലാം വിട്ടുകൊടുക്കുക. നമുക്ക് ഈ തൃപ്പാദങ്ങൾ മതി, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അത് തന്നെ. അമിതമായി ദേഷ്യപ്പെടുന്നവനും അമിതമായി ആഗ്രഹിക്കുന്നവനും അമിതമായി കാമാസക്തി വെച്ച് പുലർത്തുന്നവനും അവൻ നശിക്കും.
അവൻ നരകത്തിലേക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് മൂന്നും നമ്മൾ ഉപേക്ഷിക്കണം. വിതുരരുടെ എന്താണെന്നറിയോ പറയുന്നത്? വിതുരരുടെ നീതിവാക്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിതുരർ പറയുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ശ്രേയസിനായിട്ട്, നമ്മളുടെ അഭിവൃദ്ധിക്കായിട്ട് പുരുഷൻ ചില കാര്യങ്ങളെല്ലാം എന്താ പറയേണ്ടത്? അവന്റെ ശ്രേയസിനായിട്ട് പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. സ്ത്രീയും പുരുഷനും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവരവരുടെ ശ്രേയസിന് വേണ്ടി മനസ്സിലാക്കണമെന്നാണ് വിതുരർ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് വിതുരർ നിർത്തി. എന്നിട്ട് പറയാണ്, രാജാവേ, ശാപപതകനായിരിക്കുന്ന പാണ്ഡുവിന്റെ പുത്രന്മാരായി കാട്ടിൽ വെച്ച് പ്രസവിച്ചുണ്ടായ 5 പേരും ഇന്ദ്രതുല്യരാണ്. പാണ്ഡുവിന്റെ മക്കളായിട്ട് കാട്ടിൽ വെച്ച് പ്രസവിച്ചിട്ടുണ്ടായിരിക്കുന്ന 5 മക്കൾ പഞ്ചപാണ്ഡവന്മാർ, അവർ ഇന്ദ്രന് തുല്യമാണ് രാജാവേ. ആ കുട്ടികളെ അങ്ങാണ് എല്ലാ സംസ്കാരങ്ങളും ചെയ്ത് വളർത്തിയത് അല്ലേ ധൃതരാഷ്ട്ര മഹാരാജാവേ? ആ കുട്ടികൾ ആരാ വളർത്തിയത്? നിങ്ങളല്ലേ വളർത്തിയത്. അവർ ഇന്നും അങ്ങയോട് വളരെ സ്നേഹമുള്ളവരായിട്ട്, കൂറുള്ളവരായിട്ടല്ലേ ഈ 5 ആൺകുട്ടികളും പഞ്ചപാണ്ഡവന്മാരും നിൽക്കുന്നത്. ആ പാണ്ഡുപുത്രന്മാരുടെയും അങ്ങയുടെ പുത്രന്മാരുടെയും സ്ഥിതിഗതികൾ ഇന്ന് എങ്ങനെ ഇതുപോലെ ആയി? അങ്ങയുടെ വളർത്തുദോഷം, അങ്ങയുടെ കാഴ്ചപ്പാട്, അതല്ലേ തെറ്റിപ്പോയത്. അങ്ങ് വളർത്തിയതാണ് കൗരവന്മാരെ, അങ്ങയുടെ മക്കളെ. അങ്ങ് വളർത്തിയതാണ് പാണ്ഡുവിന്റെ മക്കളായിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരെ. ഇവര് 2 പേരും ഇന്ന് എങ്ങനെയായി? അങ്ങല്ലേ 2 കൂട്ടരെയും വളർത്തിയത്. അതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് അങ്ങൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട രാജ്യം അവർക്കു തന്നെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ സുഖമായി ജീവിക്കൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദേവന്മാർക്കോ മനുഷ്യന്മാർക്കോ ആർക്കും കൗരവ വംശം ആക്ഷേപിക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ യുഗാന്ത കാലത്തോളം മനുഷ്യന്മാരും ദേവന്മാരും കൗരവന്മാരെ ആക്ഷേപിക്കും. നിങ്ങൾ വളരെ മോശക്കാരായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ വിതുരർ വരേക്കും ഇതുപോലെ ഉപദേശിച്ചിട്ടും ആ ഉപദേശം കേട്ടിട്ടില്ല കൗരവന്മാര്. എത്ര കാലങ്ങളായി ഇത് സംഭവിച്ചിട്ട്? ഇന്ന് നമ്മളും ഇരുന്ന് കൗരവന്മാരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ഒക്കെ പാണ്ഡവന്മാരുടെ ഭാഗത്തല്ലേ. അതുകൊണ്ട് ഉപദേശങ്ങൾ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് സ്വീകരിക്കാം. ഇതിലേ കേട്ട് ഇതിലേ കളയരുത്. മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞു കേട്ടപ്പം ധൃതരാഷ്ട്രര് പറയണം, വിതുര, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്. യുധിഷ്ഠിരന് പത്യവും ദുര്യോധനന് ശ്രേയസ്കരവുമായി തീരുന്ന കാര്യം എന്താണെന്ന് അങ്ങ് ഉപദേശിക്കുക. ഉറക്കം വരാതെ വിഷമിക്കുന്ന എനിക്ക് ഒരല്പം മനസമാധാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പൂർവ്വ അപരാധങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുപാട് തെറ്റുകൾ എനിക്ക് സംഭവിച്ചു. അതൊക്കെ കേട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ധർമ്മപുത്രന്റെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു തരൂ. എനിക്ക് ആകെ വിഷമം വരുന്നുണ്ട് വിതുരരെ, എന്നെ ഒന്ന് സഹായിക്കൂ. വിതുരര് വീണ്ടും ഒരുപാട് നീതിവാക്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. രാജാവേ, ശാന്തിയും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പ്രിയവും അപ്രിയവും മുഖം നോക്കാതെ പറയണമെന്നാണ് ശാസ്ത്രം. ശാന്തിയും സമാധാനമാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണം. ഇതാണ് ശാസ്ത്രം. വിതുരര് പറയണം. അതുകൊണ്ട് ഞാൻ പറയാം, അനീതിയായ മാർഗങ്ങളിൽ നടത്തിയ കപട പ്രവർത്തികൾ കൊണ്ട് കിട്ടുന്ന സിദ്ധികൾ ഒരിക്കലും സ്ഥിരമായി നിൽക്കില്ല. അതായത് തെറ്റായ വഴിക്ക് കള്ളത്തരത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങളും കഴിവുകളും ഒരിക്കലും നിലനിൽക്കില്ല, നശിച്ചു പോകും. ചതിയായി ചെയ്യുന്ന കർമ്മം ഒരിക്കലും കാര്യസാധ്യത്തിനായി ഭവിക്കില്ല. നിങ്ങൾ ചതിച്ചുകൊണ്ട് ചെയ്യുന്ന എന്ത് ജോലിയും, ഒരാളെയും ചതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയും നിലനിൽക്കില്ല. അതിലൂടെ സമ്പാദിക്കുന്നത് ഒന്നും നിലനിൽക്കില്ല. രാജ്യം കയ്യിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിപ്പോ പ്രവർത്തിച്ചു തുടങ്ങിയാൽ, പാണ്ഡവരെ ചതിച്ച് കാട്ടിലയച്ചിട്ട് തിരിച്ചു വരുമ്പോ ഈ രാജ്യം തരാന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത്? എന്നിട്ട് നിങ്ങളുടെ കയ്യിലാക്കി ആ രാജ്യം അല്ലേ? ആ രാജ്യവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാജ്യം കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങിയ അവിനയം ശ്രീ എന്ന പോലെ സുന്ദരമായ രൂപത്തെ ജര എന്ന പോലെ അത് നശിപ്പിക്കും.
ആ ഒരു നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങളുടെ ഐശ്വര്യം കെടുത്തും. ഉറപ്പാണ്. നിങ്ങളുടെ സുന്ദരമായ രൂപത്തെ വാർദ്ധക്യം ബാധിച്ച് നശിക്കുന്നത് പോലെ നിങ്ങളുടെ ആ ശ്രേയസ് നശിച്ചു പോവും. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ചൂണ്ടലിൽ ഇര കണ്ട മത്സ്യത്തെ പോലെ ലോഭിയായ മനുഷ്യൻ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതെ ഗ്രസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ചൂണ്ട കുളത്തിലേക്ക് ഇട്ടാൽ അതിലൊരു ഇര കാണും. അപ്പൊ മത്സ്യം എന്ത് ചെയ്യും? വേഗം പോയിട്ട് ഇതിനെ അങ്ങ് കൊത്തും, ഇരയെ അങ്ങ് കൊത്തും. അവസാനം എന്താവും? മത്സ്യം ചത്തുപോകും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല, ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും സത്യമല്ല. ആദ്യം ചിന്തിക്കണം, ആദ്യം അത് മനസ്സിലാക്കണം. 425 ഷെയർ അല്ലേ? 500 ആക്കൂ. നമ്മുടെ ടാർഗറ്റ് 500 അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ആപത്തിൽ പെടുകയും ചെയ്യും. അങ്ങനെല്ലാം ചിന്തിച്ച് ജീവിച്ചാൽ ആപത്തിൽ പെടും. വിഴുങ്ങിയാൽ ദഹിക്കാവുന്നതേ വിഴുങ്ങാവൂ. നമ്മൾ എന്തേലും ബിന്ദോമേ വിഴുങ്ങുമ്പോ നമ്മൾ എന്തേലും കഴിക്കുമ്പോ അത് ദഹിക്കണം. ദഹിക്കാൻ പറ്റുന്ന സാധനങ്ങളെ കഴിക്കാൻ പാടും, അല്ലാതെ കഴിക്കരുത്. നിർബന്ധമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്മയെ ആഗ്രഹിക്കുന്ന ഏതൊരുത്തനും ഹിതമായി പരിണമിക്കുന്ന വസ്തു മാത്രമേ ഗ്രസിക്കാവൂ. നമ്മൾ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരാളുടെ കയ്യിൽ കിടക്കുന്നത് പല മുഖങ്ങൾ കാണിച്ചിട്ട് പല വാക്കുകൾ പറഞ്ഞിട്ട് കയ്യിലാക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ ചോരയും നീരും സമയവും എല്ലാം ഊറ്റിക്കുടിച്ച് അവരെ എടുത്ത് ബാസ്ക്കറ്റിലിടുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും പോവരുത്. അങ്ങനെയുള്ളവർ അവസാനം നശിച്ചു തീരുന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളുടെയും ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ പാഴാക്കരുത്. ഒരാളുടെയും ഒരു ശ്വാസം പോലും നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് നന്ദിയില്ലാത്തവരായി തീരരുത്. എന്നും ഉപകാര സ്മരണ ഉണ്ടായിരിക്കണം. അതാണ് വേണ്ടത്. പൂന്തോട്ടത്തിൽ പുഷ്പങ്ങൾ തേടുന്ന മാലക്കാരനെ പോലെ അല്ലാതെ മൂലച്ഛേദം ചെയ്യുന്ന വിറക് വെട്ടുകാരനെ പോലെ ആവരുത്. ഹരിബോൽ, എന്ത് വലിയ നല്ല വാക്കുകളാണെന്നറിയോ. ഒരു പൂന്തോട്ടത്തില് ഒരു പൂ പെട്ടി നടക്കുന്ന മാല കെട്ടി നടക്കുന്ന ഒരു വ്യക്തി കേറിയാൽ എന്താ ചെയ്യാ? അവൻ നോക്കി നോക്കി പൂ പറിക്കും, അല്ലെ? നോക്കി നോക്കിയാണ് പൂ പറിക്കുക. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അച്ഛനോട് പലപ്പോഴും അടി കിട്ടിയ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തോരം കിട്ടിയിരിക്കണം ആ കാര്യത്തിൽ. പറഞ്ഞുതരാം. ഒരു മാല കെട്ടുന്നവൻ പൂന്തോട്ടത്തിൽ കയറുമ്പോൾ ഓരോരോ പൂക്കളായിട്ട് സൂക്ഷ്മതയോടുകൂടി എടുക്കും. എന്നാൽ ഒരു വിറക് കെട്ടുകാരൻ എന്താ ചെയ്യുക? അവനെ വിറക് അടി മുതൽ അങ്ങ് വെട്ടിക്കളയും. പിന്നെന്താ ഉണ്ടാവുക? പിന്നെ പൂവുണ്ടാവില്ല. ആ ചെടിയുടെ അടിവേരിളക്കിയാൽ പിന്നെ പൂവുണ്ടാവോ? ഉണ്ടാവില്ല. പണ്ട് എൻ്റെ അച്ഛൻ, ഇപ്പോഴും അച്ഛൻ ഭയങ്കര പ്രാർത്ഥനയും ജപവും ഒക്കെയാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ജോലി അച്ഛന് പൂജ ചെയ്യാനുള്ള പൂക്കൾക്കായിട്ട് ഓരോരോ വീടുകളുടെ മുറ്റത്ത് പോയിട്ട് പൂ പറിച്ചുകൊണ്ട് വരല ജോലി. അപ്പൊ അച്ഛൻ ഇങ്ങനെ കാത്തു നിൽക്കും. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പൂ പറിക്കാൻ പോകും. ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ ഈന്നും പറഞ്ഞ് കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കും. അച്ഛൻ പൂവിന് വേണ്ടി കാത്തിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഥയൊക്കെ പറഞ്ഞൊരു കവറിൽ പൂവായിട്ട് ആട്ടിക്കൊണ്ട് ഞാൻ വരും. അപ്പ കിട്ടും അടി, പൊരിഞ്ഞ അടിയായിരുന്നു. അന്ന് എനിക്ക് അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം അച്ഛൻ എൻ്റെ പേരിൽ നടക്കും. നല്ലോണം കിട്ടും. ഞാൻ ഇപ്പോഴും അത് ആലോചിക്കാറുണ്ട്. അതിലുപരി എൻ്റെ വീട്ടിൽ കുറെ പൂക്കളുള്ള ചെടികളൊക്കെ അച്ഛൻ വളർത്തുമായിരുന്നു. ഈ നന്ദ്യാർവട്ടം, തെച്ചിപ്പൂ, ഇതൊക്കെ വളർത്തും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നത്? ഈ തെച്ചിപ്പൂ ഇങ്ങനെ ഓരോരോ സിംഗിൾ പൂക്കൾ ഇങ്ങനെ ഒരു കൊല പോലെ നിൽക്കുകയാണല്ലോ. അപ്പൊ അച്ഛൻ എന്നോട് പറയും, നീ എന്ത് ചെയ്യണമെന്നറിയോ? ആ പൂക്കൾ മാത്രം പറിച്ചെടുക്കണം. കാരണം എന്താ? മുട്ട് നാളത്തേക്ക് വിരിയുമ്പോ വീണ്ടും നാളെ പൂ കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ കളിക്കാൻ പോകാനുള്ള ഭയങ്കര ത്വരിതയല്ലേ. കളിക്കാൻ പോണ്ടേ, സമയം പോയി. കൂട്ടുകാരൊക്കെ അവിടെയും വഴി നിന്നിട്ട് വിസിലടിക്കാനും അമ്മാന്നൊറക്കെ വിളിക്കാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പൊ ഇത് മാത്രം ഞാൻ മാത്രമല്ലേ കേൾക്കൂ. അപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് പോകണമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതങ്ങോട്ട് ഒറ്റടിങ്ങനെ ഒടിച്ചു കളഞ്ഞിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ പിച്ചി അതിന്റെ മുകളിൽ വെള്ളമൊക്കെ ഇട്ട് കുടഞ്ഞ് അച്ഛനും കൊണ്ടുവച്ചു കൊടുക്കും. അച്ഛൻ എന്താ ചെയ്യുന്നത്? അതിൽ ഓരോരോ പൂക്കളായിട്ട് എടുത്ത് ഭഗവാൻ ഓരോരോ മന്ത്രങ്ങളായിട്ട് പറഞ്ഞു വെച്ചിട്ട് ബാക്കി മുട്ടുകളെല്ലാം അച്ഛൻ ശേഖരിച്ച് വെക്കും. എന്റെ കളിയും ബേക്കൂത്തൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് വരും. അച്ഛൻ പറയും, വാടിവിടെ. എന്താ അച്ഛാ, നിന്നോട് ഇന്ന് ഞാൻ പൂ പറിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ കണ്ടില്ലേ? നീ പൂവാണോ പറിച്ചത്, മൊട്ടാണോ പറിച്ചത്? അയ്യോ അച്ഛാ, എല്ലാ പൂവും വിരിഞ്ഞതാ.
അമ്പിളി മുഖത്ത് നോക്കി കളവ് പറഞ്ഞാൽ നിനക്ക് എന്നോട് ഇപ്പം കിട്ടും, സത്യമായിട്ട്. ഉടനെ അമ്മ അടുക്കളയിൽ നിന്ന് എന്തേ? ഞാൻ പറഞ്ഞു അച്ഛൻ എന്നോട് പൂ പറിക്കാൻ പറഞ്ഞു, ഞാൻ പൂവെല്ലാം പറിച്ചു കൊടുത്തപ്പോ അച്ഛൻ പറയാണ് അതിൽ മൊട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയും പിന്നെ ഒരു മൊട്ട എണ്ണാൻ നിൽക്കുന്നു. അപ്പൊ അച്ഛൻ പറയും കയറിപ്പൊടിയാത്തേക്ക്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് വന്നിട്ട് വേണ്ടാത്തതിന് കൂട്ടുപിടിച്ചെന്ന് നിനക്കും കിട്ടും എന്നോട്. ഞാൻ പറ അയ്യോ അച്ഛ എല്ലാം പൂവായിരുന്നു. ഉടനെ അച്ഛൻ ആ കവർ എടുത്തിട്ടിട്ട് എണ്ണടി ഇതിരുന്നിട്ട് എണ്ണ നീ എണ്ണ. പിന്നെ എന്നെ കൊണ്ട് മുട്ട എണ്ണിക്കും. മുട്ട എണ്ണിയാൽ അത്രയും മുട്ടിന് എനിക്ക് അടി കിട്ടുന്നുള്ളതാണ്. അത്രയും മുട്ടിന് എനിക്ക് അടി കിട്ടും. അതിൽ നിന്ന് നമ്മൾ വലിയൊരു തത്വം പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? നാളത്തേക്ക് നമ്മൾ ചേർത്ത് വെക്കണം, ഒന്നും നശിപ്പിക്കരുത്. അല്ലേ? ഒന്നും നശിപ്പിക്കരുത്, നാളത്തേക്ക് ചേർത്ത് വെക്കണം. അതാണ് വേണ്ടത്. നല്ലോണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ അടി കിട്ടിയാൽ ടോപ്പ് സ്കോർ ഞാനാണ്. അടി മേടിച്ചതിൽ അറിയാമോ എന്തോരം കിട്ടിയിരിക്കുന്നു, ഇഷ്ടം പോലെ. ഇപ്പോഴും അതിന് പഞ്ഞൊന്നുമില്ല വീട്ടിൽ ചെന്ന. എന്ത് ചെയ്യാനാ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോവും. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാങ്ങ തന്നെ, മിണ്ടാതിരിക്കും. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പൂന്തോട്ടത്തിൽ പുഷ്പങ്ങൾ തേടുന്ന മാലക്കാരനെ പോലെ ആയിരിക്കണം, അല്ലാതെ മൂലച്ഛേദം ചെയ്യുന്ന വിറക് വെട്ടുകാരനെ പോലെ ആവരുത് നമ്മള്. മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ നല്ലോണം കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. ഇത്ര കാലങ്ങളും ഞാൻ ഈ 2:30 മണിക്ക് എണീറ്റ് പൂജ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ക്ലാസ് എടുക്കണ്ടെന്ന് കരുതി ഞാൻ ഉറങ്ങിപ്പോയതിന്റെ പുറത്ത് ഇന്ന് ഉറങ്ങിയപ്പം ഒരിക്കലും വിളിക്കാത്ത എൻ്റെ അച്ഛൻ ഇന്ന് രാവിലെ 8:30 മണിക്ക് വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ഹലോ പറയച്ചാ. അപ്പൊ എന്നോട് ഒരു വേട് വിളിച്ചു. സ്നേഹം കൊണ്ട് വിളിക്കാൻ കേട്ടോ. അത് അച്ഛനെ സ്നേഹം കൂടുമ്പോ അങ്ങനെയാ വിളിക്കാറ്. നായെ, നീ ഇപ്പോഴും കിടന്നുറങ്ങുന്നോടി? എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത്? നാളെ കൊണ്ടുകൂടി നിനക്ക് ഈ സമയത്തും കിടന്നുറങ്ങാൻ? ഞാൻ പറയാം അയ്യോ അച്ഛാ, ഞാനേ എപ്പോഴും 2:30 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഞാൻ ഇന്ന് മാത്രം നീ ഇന്ന് രാവിലെ ക്ലാസ് എടുത്തോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. എന്താ എടുത്തില്ല നീ ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നിനക്ക് ആ പ്രസ്ഥാനത്തിനോട് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നീ 10 ദിവസം ചെയ്തിട്ട് 11 ദിവസം നിനക്ക് വഴിയിലിടാനുള്ളതാണോ ഈ പ്രസ്ഥാനം? ഇതാണ് ഞാൻ പറഞ്ഞത്, നീ ശരിയാവൂല എന്ന്. നീ എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ നാളെ കയറാം. നാളെയോ? നീയല്ലേ പറഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് കയറും. ടിക്കറ്റ് കിട്ടിയില്ല അച്ഛാ. ടിക്കറ്റ് ഞാൻ ഇട്ടുതരാം. ഞാൻ പറഞ്ഞു വേണ്ട. കാരണം എന്താ പറയുക, ഇനിയുള്ള 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പോയാൽ അത് ശരിയാവൂല. കാരണം ഇത് ആ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് നടപടിയാവൂല. ഞാൻ പറഞ്ഞു ഞാൻ ബുധനാഴ്ച കയറാന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ചത്തേക്ക് ആക്കിച്ചു. ബുധനാഴ്ചക്ക് ആകുമ്പോഴേക്ക് ഈ ഒരു ഉറങ്ങിയതിന്റെ കാഠിന്യം ഒരിത്തിരി കുറയും. അപ്പൊ എന്നോട് പറഞ്ഞു ഉറങ്ങേണ്ട സമയം നീ ക്ലാസ് എടുത്ത് അവനവന്റെ ജോലി ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാൻ. നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ 1 മണിക്കൂറെങ്കിലും ക്ലാസ് എടുക്കുക. പോട്ടെ, ഒരു 1/2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് പറയാ എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് നാളെ ഞാൻ ക്ലാസ് എടുക്കാം. അല്ലാതെ ഈ രാവിലെ 7:30 മണിക്ക് കിടന്നുറങ്ങാന്ന് പറയാം. ആ വീട് നശിക്കാൻ വേറെ എന്തെങ്കിലും വേണം. പിന്നെ എനിക്ക് 1 മണിക്കൂർ നേരം കുർബാനയും കുമ്പസാരവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പോകുന്നത് ശാരീരികമായി അത്രയ്ക്ക് ഉചിതമല്ല. അതാണ് കാര്യം. അത്രയ്ക്ക് ശാരീരികമായി സേഫ് അല്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കുറച്ച് പേടിയുള്ളതുകൊണ്ട് എൻ്റെ യാത്ര ഞാൻ വെനസ്ഡേയിലേക്ക് മാറ്റി. ഹരേ കൃഷ്ണ. അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നു, പുഷ്പങ്ങൾ തേടുന്ന മാല പറിക്കുന്നവനെ പോലെ ആയിരിക്കണം നമ്മൾ, അല്ലാതെ വിറക് വെട്ടുകാരനെ പോലെ ആവരുത്. ക്ലിയർ? പിന്നെ ഏതൊരു കർമ്മത്തിന് ആരംഭിക്കുമ്പോഴും നമ്മൾ എന്തൊരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം ഏർപ്പെടാം. ഞാൻ ആലോചിക്കുന്നതല്ല, ദൈവമേ എൻ്റെ അച്ഛൻ മഹാഭാരതം കംപ്ലീറ്റ് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകളാണ്. നമ്മൾ എന്തൊരു ജോലി ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എല്ലാവരും അച്ഛന്മാരും പറയും ഈ കാര്യങ്ങളൊക്കെ. കാരണം അവർക്കൊക്കെ നല്ല ബുദ്ധിയും വിവേകവും ബോധവും ഉണ്ട്. നമുക്കില്ലാതെ പോയത് അതാണ് നമ്മളൊന്നും എവിടെയും എത്താത്തത്. പിന്നെന്താ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും കാണിച്ചു തരാം. ഒരു മിനി മെഡിക്കൽ കോളേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? എൻ്റെ വീട്, എൻ്റെ അമ്മയുടെ, നമ്മൾ കഥയിൽ ടോപ്പിക്കിൽ നിന്ന് വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു, എന്നാലും പറഞ്ഞുതരാം. എൻ്റെ വീട്, തൊട്ടപ്പുറത്ത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് അമ്മയുടെ മറ്റേ അനിയത്തിയുടെ വീട്, അമ്മയുടെ 2 അനിയന്മാരുടെ വീട്. ഈ വീട്ടില്, ഞങ്ങളുടെ വീട്ടിലാണ് മഹാസമ്മേളനം, കുംഭമേള എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് മൊത്തം കൂടുന്നത്.
പിന്നെ അങ്ങോട്ട് നമുക്കൊരു സ്വൈര്യക്കേടാണ്. കുറ്റങ്ങളും കുറവുകളും, ഈ 10 പേരെ കുട്ടികളെ കുറ്റങ്ങളും കുറവുകളും പറയാ, അവരുടെ നല്ല കാര്യങ്ങൾ പറയാ, കുടുംബ ചർച്ചകൾ, ഇതെല്ലാം അവിടെയാണ് നടക്കുന്നത്. അനങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കുറച്ചൊരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ 2 ചേട്ടന്മാരുടെ വീട്, അച്ഛൻ്റെ 2 അനിയന്മാരുടെ വീട്, പിന്നെ അച്ഛൻ്റെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ മൂന്ന് പേരും 3 സ്ഥലത്താണ്. പക്ഷെ എല്ലാം കൂടെ ഇങ്ങനെ ഒരു സഭ കൂടുന്ന വീടായതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങിയ കഥ ഇന്ന് വൈകുന്നേരം 5:15 എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ. എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്താ അമ്മയെന്ന് ചോദിച്ചു. അമ്മയുടെ അമ്മയുണ്ട്. എന്താ അമ്മേ? അല്ല അമ്പിളി, നീ ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്? അമ്മ ടിക്കറ്റ് കിട്ടിയില്ല. സംഭവം ടിക്കറ്റൊന്നും കിട്ടാത്തല്ല, ഞാൻ പോകാത്തതാണ്. ഞാൻ കുറച്ച് മഞ്ജരീസിൻ്റെ വർക്കുണ്ട്. ഞാൻ പറഞ്ഞ ടിക്കറ്റ് കിട്ടിയില്ല. അതോ നീ അച്ഛനെ പേടിച്ചിട്ട് വരാത്തതോ? ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അതിപ്പോൾ എന്താണ്? അല്ല, അച്ഛൻ അവിടെ നിന്ന് കുറച്ചു നേരം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം. നീ എന്തിനാ ഈ കിടന്നുറങ്ങിയത് രാവിലെ? അല്ലെ നീ എന്തിനാ ഉറങ്ങുകയാണെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്തിനാ പറയുന്നത്, എൻ്റെ ശബ്ദം കേട്ട അച്ഛൻ അറിഞ്ഞൂടെ? അതിനിപ്പം മതി, പോട്ടെ. നീ വരുമ്പോഴേ നേരെ ഇങ്ങോട്ട് പോര്, നേരെ അവിടെ വീട്ടിൽ കയറി ചെല്ലണ്ട. ഇനി അതും പിടിച്ചോണ്ട് ഇനിയിപ്പോൾ 2-3 ദിവസം വീർപ്പിച്ചോണ്ടിരിക്കും. നീ ഇവിടെ വന്നിട്ട് അമ്മ വരെ നിന്റെ കൂടെ വീട്ടിലേക്ക്, എന്നാ പിന്നെ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ചെന്ന് കയറി ഉടനെ ഒന്നും പറയില്ല. ചെന്ന് കയറി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് വരും. ഒന്നില്ലേ ഞാൻ എൻ്റെ മോനെ ഒന്ന് ചീത്ത പറയും, അപ്പൊ അതിൻ്റെ മൂലയിൽ പിടിച്ചിട്ട് അങ്ങ് കത്തി കയറിക്കോളും. അങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെയാണ്. ശിവമതജി വായോട്ട് അത്താരം. ഞാൻ നമ്മൾ അമ്മയായപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ മോനെ വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയാണ്. നമ്മൾ ജോലിയായിട്ട്, ഞാൻ കുറച്ച് നാൾ സിംഗപ്പൂരിലായിരുന്നു. അങ്ങനെ നമ്മൾ ജോലിയായിട്ട് പല ഭാഗങ്ങളിലല്ലേ. പക്ഷെ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ അതൊരു നിർബന്ധമാണ്. പേരക്കുട്ടികളുടെ മക്കളെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വളർത്തുന്നത്. സിസ്റ്റേഴ്സൊക്കെ ഗൾഫിലും അവിടെയും ഇവിടെയാണ്. പക്ഷെ ആർക്കും കൊടുത്തു വിട്ടിട്ടില്ല. വീട്ടിലെ സംസ്കാരം അനുസരിച്ച് അങ്ങനെയാണ് വളർത്തുന്നത്. അതായത് ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ചെണ്ട കൊട്ടാനും കളരി പഠിക്കാനും പൂജ പഠിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് വളർത്തുന്നത്. അങ്ങനെ വളർത്താൻ പറ്റൂ. അല്ലാതെ നമ്മളുടെ വേറെ ഒരു തരത്തിൽ അവർ വിടില്ല. അത് വീട്ടിൻ്റെ ഒരു സിസ്റ്റമാണത്. പിന്നെ നമ്മളും വിചാരിക്കും അങ്ങനെ ആവട്ടെ എന്നാൽ പിന്നെ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് വിട്ടു പോവില്ലല്ലോ. രാവിലെ ഏർലി മോർണിംഗ് ഒരു 4:30 ആകുമ്പോഴേക്ക് വീട്ടിൽ അലാറം ഉണർന്നിട്ടുണ്ടാവും. വേറെ ആരുമല്ല, എൻ്റെ അമ്മ ഉണർന്നിട്ട് പിന്നെ ഫുൾ ലൈറ്റ് ഇട്ട് വെച്ച് അച്ഛൻ്റെ വക രാവിലെ തന്നെ വീട്ടിൽ കൗസല്യ സുപ്രജ രാമമൂർത്തെ സന്ധ്യാപ്രവർത്തതേ ഉദ്ദിഷ്ട ജനത തവ സുപ്രഭാതം ഇത് കേട്ടുകൊണ്ടാണ് വർഷങ്ങളായിട്ട് എഴുന്നേക്കുന്നത്. പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ആ നാട് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് വീട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ കാര്യം ചെയ്താൽ നമ്മൾക്കിതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും. ഇത് നമ്മൾ വളരെയധികം ആലോചിക്കണം. അതെന്ത് കാര്യമാണെങ്കിലും ശരി. ഞാൻ എപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിലും ഞാൻ അങ്ങനെ മുന്നും പിന്നും ചോദിക്കാതെ ചിന്തിക്കാതെ പല കാര്യങ്ങളിലും എടുത്തു ചാടിയിട്ടുണ്ട്. പക്ഷെ എന്തോ അന്നും ഇന്നും എനിക്ക് എൻ്റെ കുടുംബം ഒരു വലിയ ബലം തന്നെയാണ്. ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ മിത്രങ്ങൾ അതും എനിക്ക് വലിയൊരു ശക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രയാസങ്ങളൊന്നും നേരിടാതെ നമ്മൾ ജീവിതത്തിൽ മുന്നേറി വന്നു എന്ന് പറയാൻ പറ്റില്ല. വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വരുന്നതിൻ്റെ യാത്രയിലാണ്. പക്ഷേ ഒരാളൊരു തെറ്റ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ചൊരു കാര്യം ചെയ്തിട്ട് അവർ ഒറ്റപ്പെട്ടു പോകുന്നത് ഒരു കഴിവുകേടോ കുറവോ ഒന്നുമല്ല. സാഹചര്യമാണ് നമ്മളെ പലതിലും കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഇനിയെങ്കിലും കുറച്ചും കൂടെ ജാഗ്രതാ മനോഭാവത്തോടു കൂടി വേണം ഓരോ കാലെടുത്തും മുന്നോട്ട് വെക്കാൻ. നമ്മൾ ഒരു തെറ്റിലും ചെന്ന് പെട്ടു പോവരുത്. പുരുഷന്മാരായാലും ശരി, സ്ത്രീകളായാലും ശരി. ഇത് കലിയുഗമാണ്. നമുക്ക് ചുറ്റുമുണ്ടായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളെല്ലാം വളരെ പ്രശ്നമുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഭഗവത് കൂട്ടായ്മയിൽ നിൽക്കുക, ഈശ്വരനെ ഭജിക്കുന്നവരോടുകൂടി ഇടപെടുക. നമ്മൾ ട്രെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും യാത്രയിൽ വെച്ചും കാണുന്ന വ്യക്തിബന്ധങ്ങളോട് അമിതമായിട്ട് ഇടപെടാതിരിക്കുക. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക കേട്ടോ. എപ്പോഴും നമ്മളൊരു സമചിത്തതയോടുകൂടി എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപേയും 2 വട്ടം ആലോചിക്കണം. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫലം എന്തായിരിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. നല്ലോണം ചിന്തിച്ചതിന് ശേഷമേ നമ്മൾ എന്ത് കാര്യത്തിലും കാലെടുത്ത് വെക്കാൻ പാടും. പൗരുഷത്താൽ ആഘാത്തതും അരുതാത്തതുമായ കർമ്മങ്ങളിൽ ചെന്നു ചാടുന്നത് എപ്പോഴും അപകടമാണ്. അതായത് നമ്മൾ ഇത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് കരുതിക്കൊണ്ട് ഒരു മുൻവിധിയോടുകൂടി ചെന്ന് ചാടരുത്.
മെല്ലെ മെല്ലെ ആലോചിച്ച് സമയമെടുത്ത് ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്നൊരു ചൊല്ല് എൻ്റെ അമ്മയുടെ അച്ഛൻ പറയാറുണ്ട്. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ഇരിക്കുന്നതിനേക്കാൾ മുമ്പേ കാല് നീട്ടിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ വീണ് പോവും, അല്ലെ? അതേപോലെ ആയിരിക്കണം. നമ്മൾ വലിയ വലിയ സംഭവ ബഹുലമായ സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും കണ്ട് വലിയ ആകാശക്കോട്ടകളൊന്നും കെട്ടരുത്. പതുക്കെ 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 ചെന്ന് കയറുക. വലിയ വലിയ സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ പോണ്ട. മെല്ലെ മെല്ലെ. നമ്മുടെ മഞ്ജരീസ് എങ്ങനെയാ വളർന്നത് ആലോചിച്ച് നോക്കൂ. വെറും 2 കുട്ടികൾക്ക് ഞാൻ ഗീതാ ക്ലാസ് എടുത്താണ് മഞ്ജരീസ് ഉണ്ടാക്കിയത്. അതിന്റെ പല യാത്രകളിലും പല തരത്തിലുള്ള ആടി ഉലച്ചിലുകളും ഉണ്ടായി. എന്നിട്ടും ഭഗവാൻ എന്തേ മഞ്ജരീസിനെ നിലനിർത്തി? ധർമ്മവും സത്യവും നീതിയും ന്യായവും കൈമുതലാക്കിയതുകൊണ്ട്, അല്ലെ? എത്ര വലിയ വലിയ ആൾക്കാർ മഞ്ജരീസിനെ തകർക്കാൻ ശ്രമിച്ചു. ചിന്തിച്ചു നോക്കൂ. ഗുരുവായൂർ തെക്കേ നടയില് ഒരു ഷോപ്പ് എടുത്തിട്ട് ആ ഷോപ്പ് മേൽവാടകയ്ക്ക് ആയതുകൊണ്ടും ആ ഷോപ്പിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നതുകൊണ്ടും തൊട്ടടുത്ത ഷോപ്പിലെ ആള് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കി. അതിന്റെ പേരിൽ ഞാൻ എത്ര തവണ പോലീസ് സ്റ്റേഷൻ കയറി കള്ളക്കേസ് കൊടുത്തിട്ട്. അതെല്ലാം കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവസാനം അന്തിമ വിജയം ആർക്കുണ്ടായി? ഗുരുവായൂർ മഞ്ജരീസിനുണ്ടായി, അല്ലെ? ഗുരുവായൂർ മഞ്ജരീസിനുണ്ടായി. ഗുരുവായൂര് ഒരു ഷോപ്പ് ലൈസൻസോട് കൂടി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. എത്ര ലക്ഷങ്ങൾ കൊടുക്കണം. പക്ഷെ ഗുരുവായൂരപ്പൻ നമുക്ക് കയ്യിൽ നീട്ടി വെച്ച് തന്നില്ലേ ലൈസൻസോട് കൂടി ഒരു സ്ഥാപനം? ചിന്തിച്ചു നോക്കൂ. അധർമ്മം എവിടെയും ജയിക്കില്ല, ധർമ്മമേ ജയിക്കൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മൾ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിൽ നിന്നിട്ട് നമ്മള് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ മഹാശക്തനായ ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാശക്തിയുള്ള ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വരും. ആരൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചു? നമ്മൾ തകർന്നു? ഇല്ല. നമ്മൾ ധീരമായി പിടിച്ചു നിന്നു. അവിടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായി. അതാണ് അന്തിമ വിജയം മഞ്ജരീസിന് കിട്ടിയത്. ഇന്ന് നമ്മളെല്ലാം വീണ്ടും ഒരു എന്താ പറയാ, കൗരവ സൈന്യം വന്നു പാണ്ഡവ സൈന്യം വന്ന് നിൽക്കുന്നത് പോലെ, വലിയ കടല് പോലെ നമ്മൾ നിൽക്കുന്നത്. അതാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എവിടെയും തോറ്റു പോവില്ല. നമ്മൾ അന്തിമ വിജയം നമുക്ക് തരുന്നത് ഭഗവാനാണ്. ചക്ഷുക്ഷാ മനസാ വാചാ കർമ്മണാ ചതുർവിധം പ്രസാദയതിയോ ലോകം തം ലോകോനുപ്രസീദതി യസ്മാത്ര സിന്ധി ഭൂതാനി മൃഗാ വ്യാധാൻ മൃഗാ ഇവ സാഗരാന്താമഭീമഹീം ലബ്ധ്വാ സപരീഹിതയേ എന്ന് പറഞ്ഞാൽ, കണ്ണ്, മനസ്സ്, വാക്ക്, കർമ്മം എന്നീ 4 കാര്യങ്ങൾ കൊണ്ടും ലോകത്തെ പ്രസാദിപ്പിക്കുന്നവനിൽ ലോകവും പ്രസാദിക്കും. കണ്ണ്, മനസ്സ്, വാക്ക്, കർമ്മം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കാത്ത വ്യക്തിയെ നമ്പരുത്. കണ്ണുകളിൽ കരുണയുണ്ടാവണം, ധാർഷ്ട്യമല്ല ഉണ്ടാവേണ്ടത്, കരുണയാണ് വേണ്ടത്. കരുണയില്ലാത്തൊരു കണ്ണ്, നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്ന ഒരു കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. കരുണയുള്ള ഒരു കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവും. കണ്ണിൽ കരുണയാണ് വേണ്ടത്. കണ്ണുകൊണ്ട് നന്മയാണ് കാണേണ്ടത്, അല്ലേ? മനസ്സുകൊണ്ട് നല്ലത് ചിന്തിക്കണം. മനസ്സിൽ ഈശ്വരനെ കുടിയിരുത്തണം. മനസ്സിൽ ശാന്തതയുണ്ടാവണം. വാക്കിൽ സത്യമുണ്ടാവണം. വാക്കിൽ സ്നേഹമുണ്ടാവണം. വാക്കിൽ മധുരമുണ്ടായിരിക്കണം. വാക്കിൽ ക്ഷമയുണ്ടായിരിക്കണം. കർമ്മം സത്യത്തിന് വേണ്ടിയേ ചെയ്യാവൂ. കർമ്മം നീതിക്ക് വേണ്ടിയേ ചെയ്യാവൂ. ന്യായത്തിന് വേണ്ടിയേ കർമ്മം ചെയ്യാവൂ. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ട് ലോകത്തെ നമ്മൾ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ലോകവും പ്രസാദിക്കും, അല്ലെ? നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? നിരവധി അന്നദാനങ്ങൾ കൊടുക്കുന്നു, വസ്ത്രദാനങ്ങൾക്കെല്ലാം റെഡിയാക്കി, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു ആളുകൾക്ക്,
വീട്ടിൽ ഭക്ഷണമില്ലാത്തവന് ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ലോകത്തെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു. അപ്പം ലോകവും നമ്മളോട് പ്രസാദിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്? മാനുകളെ വേടൻ എന്ന പോലെ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ സമുദ്ര പര്യന്തമായ ഭൂമി മുഴുവൻ നേടിയാലും അവൻ ഭ്രഷ്ടനായി തീരുകയുള്ളൂ. മാനുകളെ, ഒരു മിനിറ്റ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ല, നമുക്ക് പറയാം. നമ്മള് മാനുകളെ വേടനെ പോലെ നമ്മൾ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വേടൻ വന്നിട്ട് എന്താ ചെയ്യാ? മാനുകളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പം അങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി എത്ര വലിയ ലോകം നേടിയാലും ആ വ്യക്തിക്ക് ഒന്നുമില്ലാതെയായിപ്പോവും. ഒന്നുമില്ലാതെയായിപ്പോവും ആ വ്യക്തിക്ക്. ആ വ്യക്തി എത്ര വലിയ ഉയരത്തിൽ നിന്നാലും ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുക? ഒന്നും ഇല്ലാത്ത വ്യക്തിയായിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കരുണയില്ലാത്തവരെ പോലെ പെരുമാറരുത്. മഞ്ജരീസിന്റെ നമ്പർ അമ്മയ്ക്ക് അറിയുമോന്നും അറിയത്തില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ദൈവമേ, എന്താണാവോ വിളിച്ചത്? ഒന്ന് ഹോൾഡ് ചെയ്യണേ. ക്ലാസ് എടുക്കാൻ നമുക്ക് പ്രശ്നമില്ല. എൻ്റെ അമ്മായിയമ്മ കോൾ. എന്റെ അമ്മേനെ കുഴപ്പമില്ലായിരുന്നു. എന്താണാവോ അമ്മ വിളിച്ച് നോക്കാം. സത്വൃത്തമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്, അല്ലെ? സത്വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയുള്ള പ്രവൃത്തി. അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാത്ത കാര്യങ്ങളൊന്നും നല്ലതല്ല എന്നാ പറയുന്നത്. വൃത്തിഹീനൻ കുലീനനായതുകൊണ്ട് ശ്രേഷ്ഠനാകുന്നില്ല. ഒരു വൃത്തിയില്ലാതെ നടക്കുന്ന ഒരു വ്യക്തി നല്ല കുലത്തിൽ ജനിച്ചു എന്നോർത്തിട്ട് അവൻ വലിയ ശ്രേഷ്ഠനാവോ? ഒരിക്കലും ഇല്ല, ഒരു കാര്യവും ഇല്ല. എന്തിനാ അവൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നത്? നല്ല കുടുംബത്താ ജനിച്ചെന്ന് എന്തിനാ പറയുന്നത്? പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അന്ത്യജനായാലും സത്വൃത്തനായാലും ശ്രേഷ്ഠനാകുന്നു. ഒരു കഴിവും ഇല്ലാതെ, ഒരു പൈസ ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ദൈവമേ, ഞാൻ അപ്പൊ കോൾ എടുത്തില്ല, ഞാൻ കണ്ടില്ല, അതാ കാര്യം. നോക്കാം. അന്ത്യജനായാലും സത്വൃത്തനായാലും ശ്രേഷ്ഠനാകുന്നു. എന്താ പറയുന്നത്? ഒരു വ്യക്തി ഒട്ടും വൃത്തിയില്ലാത്തവനും എന്താ പറയാ, ഒരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും അവൻ അന്ത്യജനായാൽ പോലും ശ്രേഷ്ഠനാകുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത്ര വലിയ ശ്രേഷ്ഠനാകുന്നു. അന്യനുള്ള ധനം, രൂപം, വീര്യം, സുഖം, സൗഭാഗ്യം ഇതുകൊണ്ട് ഈർഷ്യയുണ്ടായാൽ അതവന് സുഖ സൗഭാഗ്യങ്ങളെ നശിപ്പിക്കുന്ന വ്യാധിയായി തീരുകയുള്ളൂ. ഒരാൾക്ക് നല്ല ധനമുണ്ട്, രൂപമുണ്ട്, അവൻ ഒരുപാട് പൈസയുണ്ട്, സുഖമുണ്ട്, സൗഭാഗ്യമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുക. അപ്പോ ആ വ്യക്തിക്ക്, ഒരാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് ആ വ്യക്തി നല്ല നിലയ്ക്ക് അപ്പോ വേറൊരാൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങളും കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മളിപ്പം അതില് എന്താ പറയാ, ഒരുപാട് ഇങ്ങനെ ഇഷ്ടക്കേടൊക്കെ കാണിച്ച് അസൂയൊക്കെ നോക്കിയിട്ട് അസൂയൊക്കെ വെച്ച് ജീവിച്ചാല് നമുക്ക് എന്താ ലഭിക്കുക? ഒന്നും ലഭിക്കില്ല, ഒന്നും ലഭിക്കില്ല. சொல்லுங்க அம்மா, அம்லி பேசுறேன். என்னாச்சு? என்னம்மா? அம்மா சொல்லுங்க. அம்மா கரையாதம்மா, நிம்மதியா இருங்க அம்மா. அம்மா கவலைப்படாதீங்க. சொல்லுங்க அம்மா. அம்மா அம்மா
அம்மா கவலைப்படாதம்மா, நான் வரேம்மா. அம்மா நீ கஷ்டப்படாத, நிம்மதியா இருங்க அம்மா, நான் வரேம்மா. சரியா? நான் கிளாஸ் முடிச்சுட்டு அம்மா கால் பண்ணிட்டு நான் உடனே வந்துடுறேன். சரியாம்மா? அம்மா கவலைப்படாத, நான் உடனே வந்துடுறேன் அம்மாட்ட. தங்கச்சி வீட்டில் இருக்கீங்களா இப்போ? சரி, நான் வந்துடுறேன் அம்மா, வரேன் அம்மா. கஷ்டப்படாத, கரையாது. சரிம்மா சரிம்மா. லாலுவுக்கா என்ன ஃபோன் அடிச்சிருந்தாங்க, நான் பார்க்கலாம்மா. அம்மா கரையாத. நீ சாப்பிட்டியாம்மா? என்னம்மா சாப்பிட்டீங்களாம்மா? അമ്മയുടെ സിസ്റ്റർ മരിച്ചു. അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അവരുടെ സിസ്റ്ററിനെ. പാവം കരഞ്ഞുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ വൃത്തിഹീനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവര്. പിന്നെയോ അന്യനുള്ള ധനം, രൂപം, അല്ലെങ്കിൽ കുഴപ്പമില്ല, വീര്യം, സുഖം, സൗഭാഗ്യം, അതായത് മറ്റൊരാൾക്ക് നമ്മൾ നോക്കുമ്പം ഒരുപാട് ധനമുണ്ട്, ഒരുപാട് വീര്യമുണ്ട്, ഒരുപാട് സുഖമുണ്ട്, ഒരുപാട് സൗകര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, അതിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നല്ല മനസ്ഥിതിയിൽ അവരെ നമ്മൾ കാണണം. കേട്ടോ, നമ്മൾ എപ്പോഴും നല്ല മനസ്ഥിതിയോടുകൂടി അവരെ കാണണം. അതവന് സുഖ സൗഭാഗ്യങ്ങളെ നശിപ്പിക്കുന്ന വ്യാധിയായി തീരുകയുള്ളൂ. നമ്മൾ ഒരാളുടെ സൗഭാഗ്യത്തിൽ നമ്മൾ അസൂയപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ സുഖ സൗഭാഗ്യങ്ങളെയൊക്കെ നശിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ. അത് നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ ഐശ്വര്യത്തിലും നമ്മൾ കുഴപ്പമില്ല, ഒരാളുടെ ഐശ്വര്യത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല. വിദ്യാമതം, ധനമതം, കുലമതം ഇവ ദുർജനങ്ങളിൽ കാണുന്ന മതമാണ്. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഒരാൾക്ക് വിദ്യയുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ധനമതം, ഒരാൾക്ക് ധനമുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത് അല്ലെങ്കിൽ അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ പോകാം. കുലമതം ഇവ ദുർജനങ്ങളിൽ, അതായത് എനിക്ക് വലിയ കുലമുണ്ട്, ഞാൻ നല്ല കുലത്തിൽ ജനിച്ച ഒരാളാണ് എന്നുള്ള ആ ഒരു അഹങ്കാര ഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അഹങ്കരിക്കരുത്. ഒരിക്കലും നമുക്ക് നല്ല പൈസയുണ്ട്, നല്ല സ്ഥാനമാനങ്ങളുണ്ട്, നല്ല ഒരു കുലത്തിലാണ് ജനിച്ചത് എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് സർവനാശത്തിന് കാരണമാവും. അങ്ങനെയുള്ള അഹങ്കരിക്കുന്ന വ്യക്തികൾ എന്താണ്? ദുർജനങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. സാറില്ല, ദുർജനങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. അവ സത്തുക്കളിൽ ധമമായി അനുഭവപ്പെടുന്നു. അത് ഒരിക്കലും ശരിയല്ല. നമ്മൾ നമുക്കുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഓർത്തും നമ്മൾ അഹങ്കരിക്കരുത് എന്നാണ് പറയുന്നത്. ഇതിപ്പോ കഴിയും. എല്ലാ മതങ്ങളിലും മേലെയുള്ള മതമാണ് ഐശ്വര്യം. എല്ലാ അഹങ്കാരങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഐശ്വര്യം കാംക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെന്നും താഴ്മയിലായിരിക്കും. ഐശ്വര്യം അധോന്മത്തൻ വീഴ്ച പറ്റിയല്ലാതെ ഉണരുകയില്ല. ഐശ്വര്യത്തിന്റെ മകളിൽ ഇങ്ങനെ എന്താ പറയാ, വലിയ സംഭവ ബഹുലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും വീഴ്ച സംഭവിക്കും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും വീഴ്ച സംഭവിച്ചിരിക്കും. അതാണ് കാര്യം. ഒരിക്കലും നമ്മൾ ഐശ്വര്യത്തിന്റെ മുകളില് നമ്മൾക്ക് പണവും നമുക്ക് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സമചിത്തതയോടുകൂടി ജീവിക്കണം. ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വരന് വേണ്ടി ആദ്യത്തെ സമയം നമ്മൾ സമർപ്പിക്കണം. ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരും. ആദ്യത്തെ സമയം ഈശ്വരന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ചെന്നൈയിലാണ്. നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ, മറ്റൊന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. രഥം ശരീരം പുരുഷസ്യ രാജാ നാത്മാസ്യ നിയന്തേന്ദ്രാണി ആശാസ്യഃ തൈരപ്രമത്താ കുലശീ സദൈശ്വരിർദാന്തേ സുഖം യാധീരധീധിര. ഈ ശ്ലോകം കൂടെ എടുത്തിട്ട് പോ. പുരുഷന് അവന്റെ ശരീരം രഥമാകുന്നു, അല്ലെ? ബുദ്ധി സാരഥിയാകുന്നു. ഒരു നല്ല വ്യക്തിക്ക് എപ്പോഴും അവരുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥമാണ്. അതുപോലെ തന്നെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാരഥിയാണ്. കാരണം സാരഥിയാണ് നമ്മളെ നടത്തുന്നത്. ബുദ്ധിയാണ് നമ്മളെ, ഒരു സാരഥിയാണ് നമ്മളെ, ഒരു ഡ്രൈവറാണ് നമ്മളെ എപ്പോഴും യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് അല്ലെ. ഒരു സാരഥിയാണ് നമ്മളെ വഴി നടത്തുന്നത്. അപ്പം എന്താ വേണ്ടത്? പുരുഷന് ശരീരമാണ് രഥം, അതുപോലെ ബുദ്ധിയാണ് അവനെ വഴി നടത്തുന്നത്. വീട്ടിലായിരിക്കും, അവർ സുഖമില്ലാതെ ഇരുന്ന ഒരാളാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മൾ നന്മയ്ക്ക് വേണ്ടി കടിഞ്ഞാണിട്ടുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, അല്ലാതെ കാണുന്നതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ ഓടിപ്പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ എന്താ വേണ്ടത്? ഒരു ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണിട്ടുകൊണ്ട് വേണം പോകാൻ. ഇണങ്ങിയ നല്ല കുതിരകളെ പൂട്ടിയ രഥം പോലെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ സുഖമായി ജീവിക്കും അല്ലെ. ഇന്ദ്രിയങ്ങളെ ഒന്നും നമ്മൾ നിയന്ത്രിക്കാതെ കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ ഒക്കെ ഓടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പടുകുഴിയിൽ പോയി വീഴും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും പടുകുഴിയിൽ പോയി വീഴും. ഇണങ്ങാതെ കുതിരകളെ പൂട്ടിയ തേരിൽ യാത്ര ചെയ്യുന്ന സാരഥി. ഇണങ്ങാത്ത കുതിര, അതായത് ഒരിക്കലും എന്താ പറയാ, ഒരു ഇണക്കം ഇല്ലാത്ത ഒരു കുതിരകളെയാണ് നമ്മളൊരു രഥത്തിന് കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സാരഥി എന്താ സംഭവിക്കുക? ആ കുതിരകൾക്ക് തോന്നിയ ഭാഗത്തേക്കൊക്കെ പോകും. അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതവും തോന്നിയ വഴിക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. മരണത്തിന് പാത്രമായേക്കാവുന്നതെന്ന് പോലെ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവൻ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് എന്താ സംഭവിക്കാം? അപകടത്തിൽപ്പെട്ടു പോകും. ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി ധർമാർത്ഥങ്ങളെ ഉപേക്ഷിക്കുന്നവൻ ഐശ്വര്യത്തെയും ധനത്തെയും പ്രാണനെയും ധാരങ്ങളെയും എല്ലാം നശിപ്പിക്കും. ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്നും നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യം, പണം, വിദ്യാഭ്യാസം, കഴിവ് ഇതെല്ലാം നശിച്ചു തീരും. എല്ലാം നശിച്ചു തീരും, ഒന്നും ഉണ്ടാവില്ല. എല്ലാം സർവ്വതും നശിച്ചു തീരുന്ന പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അടക്കി നിർത്തണം. എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കും, പല 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 ചിന്തകളിലൂടെ സഞ്ചരിക്കും. നമ്മുടെ മനസ്സിന് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അത് കിട്ടണം. ആഗ്രഹങ്ങൾക്കൊരു പരിധി ഉണ്ടാവില്ല. പക്ഷെ ഈ ആഗ്രഹങ്ങളെല്ലാം അടക്കി നിർത്തി ബന്ധുമിത്രാദികളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടി ആശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്നും വിജയം ഉണ്ടാവും. മനസ്സിലായി? എന്നും വിജയം ഉണ്ടാവും. എനിക്ക് എൻ്റെ അമ്മയേക്കാൾ അടുപ്പമാണ് എൻ്റെ അമ്മായിയമ്മയോട്. കാരണം അതങ്ങനെയാണ്. അവരത്രയും നല്ല വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ്. ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ബന്ധങ്ങളൊന്നും ചേർന്ന് പോവില്ല. ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് കൊണ്ട് അവർക്കറിയാം അവർക്ക് എന്നും ഒരു ആശ്വാസം നമ്മളാണെന്നുള്ളത് അല്ലെ. ഒരു വിഷമം വന്ന, ഒരു സങ്കടം വന്ന, ഒരു സന്തോഷം വന്ന ആദ്യം നമുക്ക് കിട്ടും അവരുടെ കോള്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ ഭർത്താവിനെ നമ്മൾ ആശ്വസിപ്പിച്ചില്ലേ പിന്നെ ആരാ ആശ്വസിപ്പിക്കുക? അവരോട് നമ്മൾ നീതി കാണിച്ചില്ലെങ്കിൽ ആരാ നീതി കാണിക്കുക? ചിന്തിച്ചു നോക്കിക്കേ. അവരോട് നമ്മൾ സത്യം പറഞ്ഞില്ലേ ആരാ സത്യം പറയാ? നമ്മൾ അങ്ങനെ വേണം പോവാൻ. ലോകം നമ്മളെ കാണുന്ന കണ്ണ് ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. അത് നമ്മൾ നോക്കണ്ട. അത് നമ്മളെ അറിയാത്തത് കൊണ്ട് ചിലപ്പം പലരും പലതും പറയും. ഇപ്പോൾ ഈ ലൈവിൽ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് അടുത്ത് പരിചയമില്ല. നിങ്ങളെ പക്ഷേ മെസ്സേജുകളിലൂടെ എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ വളരെ അടുത്ത, നിങ്ങളെ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്നോട് വന്ന് പറയുന്നത് വേറെ ആയിരിക്കും അല്ലെ. വേറെ പലതുമായിരിക്കും പറയും. പക്ഷെ ആ വാക്കുകളിലെല്ലാം ഞാൻ നിങ്ങളെ വിലയിരുത്തേണ്ടത് ഞാൻ കാണുന്ന കാഴ്ചപ്പാടിലൂടെ, എന്നോടുള്ള പെരുമാറ്റത്തിലാണ് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ത്രീയുടെ കുടുംബം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന്റെ കുടുംബമാണ്. അവളുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഭർത്താവിന്റെ സഹോദരങ്ങളാണ്. അവളുടെ അമ്മ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന്റെ അമ്മയാണ്. ആ രീതിയിൽ നമ്മൾ സ്നേഹിച്ചും താലോലിച്ചും ചേർത്ത് പിടിച്ചും ആശ്വസിപ്പിച്ചും മുന്നോട്ട് പോകണം. അല്ലാതെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ നമ്മൾ പോവരുത്. ഇന്ദ്രിയങ്ങൾ ഒരിക്കലും നമുക്ക് വിജയം നൽകില്ല. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങൾ നമുക്ക് വിജയം നൽകില്ല. മനസ്സിങ്ങനെ സഞ്ചരിക്കും പല പല ആഗ്രഹങ്ങളിലൂടെ. ആ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ജിന്തമ്മേ, കിച്ചൂട്ടന്റെ ദോശ എടുത്തോളൂ. കിച്ചൂട്ടന് ഗോതമ്പ് ദോശയും
ദാല് കറി. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സാറില്ല, ഒന്ന് പോയി ആശ്വസിപ്പിച്ചാൽ തീരും, നമുക്കത് റെഡിയാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ഇരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകും. നമ്മുടെ ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. നാളെ രാവിലെ തീർച്ചയായും നാളെ രാവിലെ 7:30 മണിക്ക് ഉറപ്പായിട്ടും ഞാൻ ഉറങ്ങില്ല. 7:30 മണിക്ക് നമുക്ക് പ്രഭാതമഞ്ജരിയിൽ കാണാം. ഓക്കെ, പ്രഭാതമഞ്ജരിയിൽ നമുക്ക് ഗീതാ ക്ലാസ്സിലൂടെ കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ദയവായി ജീവിതത്തെ ക്ഷമയോടെ സധൈര്യം നേരിടുക. കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. ലോകം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിലല്ല, നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ധർമ്മവും സത്യവും ന്യായവും നീതിയും കൊണ്ട് നടക്കാം. പിന്നീട് ലോകം നമ്മുടെ കൂടെ വരും. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുഡ് നൈറ്റ്.